Good morning. So, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. സോ ഫസ്റ്റ് ടാക്സ്. എന്താണ് ഒരു ടാക്സ് എന്ന് പറയാം? ടാക്സിന്റെ മീനിങ് എന്താണ്? പറയാമോ? അൺമ്യൂട്ട് ചെയ്ത് റിപ്ലൈ ചെയ്യാവോ? പറയാമോ? ടാക്സ് എന്താണ്? ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ടാക്സ് എങ്ങോട്ടാണ് പേ ചെയ്യുന്നത്? ടാക്സ് ആർക്കാണ് പേ ചെയ്യുന്നത്? പറയാമോ? പറയാമോ? ഓക്കെ, സോ ഈ പറഞ്ഞതുപോലെ ടാക്സ് എന്താണ്? ഗവൺമെന്റിന് പേ ചെയ്യുന്ന. ഓക്കെ, സോ നമ്മൾ ടാക്സ് ഗവൺമെന്റിന് എങ്ങനെയാണ് പേ ചെയ്യുന്നത്? സോ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, രണ്ട് രീതിയിലാണ് ടാക്സേഷൻ വരുന്നത്. സോ രണ്ട് ഡിഫറെന്റ് ആയിട്ടാണ്, രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്താണ്? ഒന്ന് ഡയറക്റ്റ് ടാക്സ്, ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സ്. സോ എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ? സോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് മീൻസ് സംതിങ് ദാറ്റ് പേയിങ് ടു ഗവൺമെന്റ്. ഓക്കെ, സോ നമ്മൾ രണ്ട് ബ്രോഡ് കാറ്റഗറി ആണുള്ളത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. എന്താണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്? അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? സോ ടാക്സ് ഗവൺമെന്റിനാണ് പേ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു. സോ എന്തിന്റെയൊക്കെ പുറത്താണ് നമ്മൾ ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്നത്? സോ ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്നത് എന്തിന്റെയൊക്കെ ബേസിസിലാണ്, അല്ലെങ്കിൽ എന്തിന്റെ പുറത്താണ് ടാക്സ് പേ ചെയ്യുന്നത്? ഓക്കെ, സോ നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ ഗവൺമെന്റിന് നമ്മുടെ ഇൻകത്തിന്റെ പുറത്തും ടാക്സ് പേ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടിവിറ്റി. സോ ഇൻകത്തിന്റെ പുറത്ത് ടാക്സ് പേ ചെയ്യും, അല്ലെങ്കിൽ ആക്ടിവിറ്റി. സോ ആക്ടിവിറ്റി ആണെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ്. സോ ഇതിന്റെ രണ്ടിന്റെയും പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, സോ ഗവൺമെന്റിന് ഇൻകത്തിന്റെ പുറത്താണ് ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ്? ഇൻകം ടാക്സ്. ഇൻകം ടാക്സ്. സോ ഇതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്ന ഒരു സെനാരിയോ ആണ് എന്ത്? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ദെൻ കസ്റ്റംസ് ആണ്. സോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്നത് ഒന്നുകിൽ ഇൻകത്തിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ആക്ടിവിറ്റി, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ്. സോ ഇതൊക്കെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ്. GST ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സ്, എന്താണ് സപ്ലൈ ഓഫ് സർവീസ് എന്നൊക്കെ. സോ ഇൻകത്തിന്റെ പുറത്ത് ടാക്സ് പേ ചെയ്യുന്നതിനെ ഡയറക്റ്റ് ടാക്സ് എന്നും, GST അല്ലെങ്കിൽ കസ്റ്റംസ് പേ ചെയ്യുന്നതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറയും. ആക്ച്വലി നമ്മൾ ഇതിന് ഈ വേർഡ് യൂസ് ചെയ്യാൻ, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാൻ കാര്യം എന്താണ്? ആക്ച്വലി രണ്ട് കേസിലും എന്താണ്? ഗവൺമെന്റിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ടാക്സ് പേ ചെയ്യുന്നത്. സോ ഒന്നിനെ ഡയറക്റ്റ് ടാക്സ് എന്നും ഒന്നിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറയാൻ കാര്യം എന്താണ്? പറയാം. ഒന്ന് ഡയറക്റ്റ് ടാക്സ് എന്നും ഒന്ന് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറയുന്നു. എന്തുകൊണ്ടാണ്? ഡയറക്റ്റ് ടാക്സിന് ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യും. ഇൻഡയറക്റ്റ് ആകുമ്പോൾ നമ്മള് സാധനങ്ങളും എല്ലാം വാങ്ങുമ്പോൾ അതിന്റെ കൂടെ. സോ ആക്ച്വലി ഇവിടെ ഗവൺമെന്റിന് പേ ചെയ്യുന്നത് ആക്ച്വലി ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് മീൻസ് അത് ഗവൺമെന്റിലേക്ക് പേയിങ് ആണ്. സോ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്ന് ഒരു സെനാരിയോ വരാൻ, അല്ലെങ്കിൽ ആ ഒരു വേർഡിന് എന്താണ് ഇമ്പോർട്ടൻസ്? സോ രണ്ട് കേസിലും ടാക്സ് പേ ചെയ്യുന്ന ആർക്കാണ്? ഗവൺമെന്റിനാണ്. സോ ഗവൺമെന്റിലേക്ക് കിട്ടുന്ന ഫണ്ട് കിട്ടുന്നതിനകത്ത് എന്താണ്? അതിനകത്ത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നില്ല. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഡയറക്റ്റ് ടാക്സ്. പിന്നെ രണ്ടാമത്തെ കേസിൽ യൂസ് ചെയ്യുന്നത്
ഇൻഡയറക്ട് ടാക്സ്. സോ ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻകം ടാക്സ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണ് അയാൾക്കുണ്ടാകുന്ന ഇൻകം, നമ്മൾ അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും ബേസിക്സിൽ. സോ പ്രീവിയസ് ഇയർ കോൺസെപ്റ്റ്, അസസ്മെന്റ് ഇയർ കോൺസെപ്റ്റ്. സോ അയാൾക്കുള്ള ഇൻകത്തിന്റെ പുറത്ത് അയാൾ എന്താണ് അസസ് തന്നെ ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യും. സോ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇൻഡയറക്ട് ടാക്സ് ഇല്ല. സോ നമ്മള് ആ ഒരു ഷോപ്പിൽ ചെന്ന് ഒരു കമോഡിറ്റി പർച്ചേസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ എന്താണ് നമ്മൾ ആ ഇൻവോയ്സ് അല്ലെങ്കിൽ ആ ബില്ല് നോക്കിയാൽ അറിയാം അതിന്റെ കൂടെ എന്തുകൂടെ അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഷോപ്പ് കീപ്പർ നമ്മുടെ കയ്യിൽ നിന്ന് GST കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാം അറിയാം CGST SGST എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ആ കളക്ട് ചെയ്യാൻ ആക്ച്വലി നമ്മൾ എന്താണ് ഈ പറയുന്ന കസ്റ്റമർ ആണ് ആക്ച്വലി ടാക്സ് പേ ചെയ്യുന്നത്. അത് കളക്ട് ചെയ്യുന്ന ആരാണ്? ആ പറയുന്ന ഷോപ്പ് കീപ്പർ ആണ്. ദെൻ ആ ഷോപ്പ് കീപ്പർ ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് നടത്തും. ദാറ്റ് മീൻസ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഡയറക്ട്ലി. സോ ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ് ആ കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ അല്ല ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. സോ ഒരു രജിസ്റ്റേർഡ് ഡീലർ എന്നൊക്കെ പറയും. സോ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡീലർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് കളക്ട് ചെയ്യുന്നു. ദെൻ കളക്ട് ചെയ്തിട്ട് എങ്ങോട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ദാറ്റ് മീൻസ് നമ്മൾ ഇതിനകത്ത് ഇപ്പൊ ഡിസ്കസ് ചെയ്യും ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ എന്ന് പറയും. സോ അതുകൊണ്ടാണ് ഡയറക്ട് ടാക്സിൽ എന്താണ് ദ പേഴ്സൺ ഹിംസെൽഫ് പേയിങ് ദ ടാക്സ് ടു ഗവൺമെന്റ്. ഇൻ ദ അതർ സെനാരിയോ ഇൻഡയറക്ട് ടാക്സിൽ എന്താണ് person paying tax to a registered person. That means registered person collecting the tax and that tax will be paid to government. Clear or no? Clear or no? Then, okay, definition. Tax is nothing but money that people have to pay to government which is used to provide public services. So നമ്മൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ tax means something that's paying to government. So government അത് യൂസ് ചെയ്താണ് public services, transportation facilities അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന ടാക്സ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. സോ ദെൻ ഇതിനകത്തുണ്ടോ ഒരു കാര്യം, ടാക്സ് ഈസ് നോട്ട് എ വോളണ്ടറി പേയ്മെന്റ് ഓർ ഡൊണേഷൻ. ടാക്സ് എന്ന് പറഞ്ഞ ഗവൺമെന്റിന് നമ്മൾ എന്തെങ്കിലും ഒരു ഡൊണേഷൻ കൊടുക്കുന്നത് പോലാണ് ടാക്സ് പേ ചെയ്യുന്നത് അല്ല. സോ നമ്മൾ എന്താണ് ആക്ച്വലി എന്താണ് ഒരു ലെജിസ്ലേറ്റീവ് അതോറിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡി എല്ലാം എന്താണ് ഈ ടാക്സ് ഒരു ആക്ട്. സോ നമുക്ക് ഇൻകം ടാക്സ് ആണെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 1961 ഉണ്ട്. ദെൻ ടൈം അതിന്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ, സോ ഫിനാൻസ് ആക്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടാക്സ്. അല്ലാതെ ജസ്റ്റ് ഒരു വോളണ്ടറി കോൺട്രിബ്യൂഷൻ ആയിട്ടല്ല. സോ എനിക്ക് ഇത്ര ഇൻകം അല്ലെങ്കിൽ ഇത്രയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ യു ഹാവ് ടു പേ ടാക്സ്. സോ അത് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് ഇന്ന ഡിഡക്ഷൻസ് കിട്ടും. അതാണ് നമ്മൾ ഡയറക്ട് ടാക്സിൽ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ വോളണ്ടറി പേയ്മെന്റ് ഓർ ഡൊണേഷൻ. എൻഫോഴ്സ്ഡ് കോൺട്രിബ്യൂഷൻ എക്സാക്റ്റഡ് പെർസെന്റ് ഓഫ് ലെജിസ്ലേറ്റീവ് അതോറിറ്റി. സോ ഗവൺമെന്റിന് ഈ ആക്ട് പ്രകാരം ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട് എന്ത് ടാക്സ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടാക്സ് വാങ്ങാനായിട്ട്. ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അതാത് ഇത് വെച്ചിട്ട് ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ടാക്സ് ഈസ് ഫീ ചാർജ്ഡ് ബൈ ഗവൺമെന്റ് ഓൺ പ്രോഡക്റ്റ്, ഇൻകം ഓർ ആക്ടിവിറ്റി. ഉണ്ടോ ടാക്സ് എന്താണ് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ടാക്സ് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് ഇൻകത്തിന്റെ പുറത്ത്, ദെൻ നെക്സ്റ്റ് വൺ എന്താണ് ഒരു ആക്ടിവിറ്റിയുടെ പുറത്ത്. സോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്ലൈ ഓഫ് ഗുഡ്സ്. സോ ഇൻ ദ സെൻസ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന GST ഡിസ്കസ് ചെയ്യും നമുക്ക് മനസ്സിലാൻ സപ്ലൈ ഓഫ് ഗുഡ്സ്. ദാറ്റ് മീൻസ് നമുക്കൊരു ജനറൽ സെൻസിൽ പറഞ്ഞാൽ എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ്. ഒരു കമോഡിറ്റി സെയിൽ നടന്നാൽ അല്ലെങ്കിൽ സപ്ലൈ അല്ലെങ്കിൽ പ്രൊവിഷൻ ഓഫ് സർവീസ്. ഇതിൽ രണ്ടിലുമാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത് ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ടാക്സിനെ രണ്ട് ബ്രോഡ് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്. സോ ടാക്സിന് ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്. Then ഡയറക്ട് ടാക്സ് ഇത് രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന രണ്ട് മൂന്ന് പോയിന്റ്സ് പറയാമോ?
ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ പറയാമോ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും? ഡയറക്റ്റ് ടാക്സ് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തൊക്കെ പോയിന്റ്സ്. സോ ഇവിടെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നു. സോ ദ ഡയറക്റ്റ് ടാക്സിലെ ഒരു ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഒരു എലമെന്റ് മാത്രമാണ്. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും രണ്ട് രീതിയിലാണ് നമുക്ക് വരുന്നത്. ജസ്റ്റ് അതിന്റെ ഒരു ബ്രീഫ് ഡിസ്റ്റിങ്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പേഴ്സൺ പേയിങ് ടാക്സ് ഡയറക്ട്ലി ബിയേഴ്സ് ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. സോ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ടാക്സിന്റെ കേസിൽ നമുക്ക് നോർമലി എന്തിന്റെ പുറത്താണ് ടാക്സ് വരുന്നത്? ഇൻകത്തിന്റെ പുറത്താണ് അല്ലെ? സോ ഇൻകത്തിന്റെ പുറത്താണ് ടാക്സ് വരുന്നത്. സോ മിസ്റ്റർ എക്സ്, സോ ഒരു പർട്ടിക്കുലർ പേഴ്സൺ മിസ്റ്റർ എക്സിന് ടോട്ടൽ ഇൻകം ഒരു 7.5 lakhs എന്ന് വിചാരിക്കാം. സോ ഈ ഇൻകത്തിന്റെ പുറത്ത് ആര് ടാക്സ് പേ ചെയ്യും? ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യും. ആര് തന്നെ? മിസ്റ്റർ എക്സ് തന്നെ. പേഴ്സൺ പേയിങ് ടാക്സ് ഡയറക്ട്ലി ബിയേഴ്സ് ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ്. സോ നമ്മുടെ റൈറ്റ് നൗ ഇപ്പോൾ ഉള്ള മേജർ ഡയറക്റ്റ് ടാക്സ് എന്താണ് വരുന്നത്? ഇൻകം ടാക്സ് ആണ്. ദെൻ ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ് ആണ്. രണ്ട് ഡയറക്റ്റ് ടാക്സ് ആണ് നമുക്ക് നോർമലി വരുന്നത്. അതിലൊന്നാണ് ഇൻകം ടാക്സ്. നമ്മൾ നോർമൽ സെനാരിയോയിൽ കാണുന്നതെല്ലാം എന്താണ്? ഇൻകം ടാക്സ്. ഏതെങ്കിലും ഒരാളുടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ ടോട്ടൽ ഇൻകത്തിനകത്ത് സംടൈംസ് ഇൻകം ഫ്രം സാലറി ഉണ്ടാകാം. സോ പല ഹെഡ്സിലുള്ള ഇൻകം ഉണ്ടാകും. ഈ ഹെഡ്സിലുള്ള ഇൻകം എല്ലാം കൂടെ ചേർത്താണ് നമുക്ക് എന്ത് വരുന്നത്? ടോട്ടൽ ഇൻകം. സോ ആ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്ത് ആര് തന്നെ ടാക്സ് പേ ചെയ്യുന്നു? ദാറ്റ് പേഴ്സൺ ഹിംസെൽഫ് പേയിങ് ടാക്സ് ഡയറക്ട്ലി. അല്ലെങ്കിൽ ആ ഇൻസിഡൻസ് ആര് ബെയർ ചെയ്യുന്നു? പേഴ്സൺ തന്നെ. ദാറ്റ് പർട്ടിക്കുലർ ഇൻകം ഏൺ ചെയ്യുന്ന പേഴ്സൺ തന്നെ ബെയർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ്. ക്ലിയർ അല്ലേ? ബർഡൻ ഓഫ് ടാക്സ് ബോൺ ബൈ ദ പേഴ്സൺ ഹിംസെൽഫ്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ദെൻ പ്രോഗ്രസീവ് ഇൻ നേച്ചർ. എന്താണ് ഈ പ്രോഗ്രസീവ് ഇൻ നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആണെന്ന് പറയാൻ കാര്യം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് നമ്മൾ ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് അല്ലെങ്കിൽ സ്ലാബ് എന്ന് പറയും. ഓരോ അസസിക്കും അല്ലെങ്കിൽ എൻഡിറ്റിക്കും ഉള്ള സ്ലാബ് നമ്മൾ പറയും. ഒരു 3 lakhs റുപ്പീസ് ഉള്ള ഒരാൾക്കുള്ള ടാക്സ് തന്നെ ആയിരിക്കും ഒരു 5,50,000 ഉള്ള ആൾക്ക് വരുന്ന ടാക്സ്. സെയിം ടാക്സ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് എന്താണ്? ഇവിടെ നമുക്കൊരു സ്ലാബ്. ദാറ്റ് മീൻസ് 2,50,000 വരെ ടാക്സ് ഇല്ല. ദെൻ 2,50,000 to 5 lakh ആണെങ്കിൽ 5%. ദാറ്റ് മീൻസ് ഇതിനകത്ത് വരുന്നത് 5%. Then 5 lakh to 10 lakh 20%. So that means progressive in nature, high rate of tax for people having higher income. So income കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ് ഈ പറയുന്ന ടാക്സ് റേറ്റും ഡിഫറെന്റ് എന്താണ് ഹയർ ആയിട്ട് വരും. അതാണ് എന്ത് പറയുന്നത്? പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് ഇൻകം കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ് ടാക്സിന്റെ റേറ്റ്. സോ ഓരോ സ്ലാബിലുള്ള ഇൻകത്തിനും വരുന്ന റേറ്റ് എന്താണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ഓക്കെ. സോ ഡയറക്ട്ലി പേഴ്സൺ പേയിങ് ടാക്സ് ഡയറക്ട്ലി ഇൻസിഡൻസും എന്താണ്? ബർഡൻ ഓൾസോ ബൈ ദ സെയിം പേഴ്സൺ. ദാറ്റ് മീൻസ് ആരാണോ ടാക്സ് പേ ചെയ്യുന്നത് അയാൾ ഡയറക്ട്ലി ഇൻസിഡൻസും അയാൾ എന്താണ് ബർഡൻ ഓഫ് പേയിങ് ടാക്സും അയാൾക്ക് തന്നെയാണ് വരുന്നത്. എന്തില്? ഡയറക്റ്റ് ടാക്സില്. ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് ഇൻകം കൂടുന്ന അനുസരിച്ചിട്ട് എന്തായിരിക്കും? ടാക്സ് റേറ്റ് വിൽ ബി ഹയർ. Then normally നമുക്ക് രണ്ട് ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സും ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്. സോ ഇന്ത്യക്ക് പുറത്ത് ഉണ്ടാകുന്ന ഇൻകം അല്ലെങ്കിൽ അസറ്റോ അത് ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ അത് എന്തിന്റെ അണ്ടറിലായിരിക്കും ടാക്സ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ടാക്സിന്റെ അണ്ടറിലല്ല, ഡയറക്റ്റ് ടാക്സിന്റെ അണ്ടറിലായിരിക്കും. ക്ലിയർ ആണോ? ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന്? Then ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഴ്സൺ പേയിങ് ടാക്സ് ടു ഗവൺമെന്റ് കളക്ട് ദ സെയിം ഫ്രം അൾട്ടിമേറ്റ് കൺസ്യൂമർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൽ മെയിൻ ആയിട്ട് പറയുന്നതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ നമ്മൾ നേരത്തെ സെനാരിയോയിൽ പറഞ്ഞ പോലെ മിസ്റ്റർ എക്സ് ഒരു
ഷോപ്പിലേക്ക് ചെല്ലുന്നു, അവിടുന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. സോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് എന്ത് കിട്ടും? ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല്. സോ ഇതിനകത്ത് അത് എന്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും? അയാൾ മേടിച്ചതിന്റെ ഇപ്പം ജസ്റ്റ് ഇത് പറയാണ് എമൗണ്ട്, കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. സോ ഇതിന്റെ താഴെ എന്താവും? ആഡ് CGST at the rate ഒരു 18% എടുക്കുകയാണ്. ദാറ്റ് മീൻസ് പകുതി CGST ആയിട്ടും 18% ഉള്ളതാണെങ്കിൽ then SGST at the rate 9%. Okay. സോ ഒരു ജസ്റ്റ് ഒരു ഇത് പറയാണ് 100 rupees ആണ് വരുന്നതെങ്കിൽ ഒരു 18 rupees 18% വരുമ്പോഴത്തേക്ക് ഇവിടെ 9 ആയിട്ട് 109. സോ 99 അങ്ങനെ എത്രയാണ്? 118 rupees ആയിരിക്കും പേ ചെയ്യുന്നത്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, 118 ഈ ഒരു കേസിൽ മിസ്റ്റർ എക്സ്. സോ ഇവിടെ നമ്മൾ നോർമലി മിസ്റ്റർ എക്സ് എന്തായിരിക്കും പറയാ? ഞാൻ 100 രൂപയുടെ ഐറ്റം വാങ്ങിച്ചു, എന്നിട്ട് 9 രൂപ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തു, 9 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുമോ? അങ്ങനെ ആയിരിക്കും പറയാ? എന്തായിരിക്കും ആ ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ പറയുന്നത് എന്തായിരിക്കും? ഞാൻ 118 രൂപയുടെ അല്ലെ, സോ ഞാൻ ഒരു കടയിൽ ചെന്ന് 118 രൂപയ്ക്ക് മേടിച്ചു. ആക്ച്വലി ഇതിനകത്ത് എന്താണ് ഉണ്ടോ? ഞാൻ അറിയുന്ന പോലെ സംടൈംസ് നമ്മൾ ഇതിനകത്തെ കുറിച്ച് അറിയാവുന്നവർ ജസ്റ്റ് നോക്കും, എത്രയാണ് GST എത്രയാണെന്ന് നോക്കും. ദെൻ അതിനെക്കുറിച്ച് അറിയാത്തവർ ആക്ച്വലി എന്താണ്, ഈ മിസ്റ്റർ എക്സ് പോലും അറിയാതെ ഈ പറയുന്ന ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് കളക്ട് ചെയ്തു? 18 രൂപ ടാക്സ് ആയിട്ട് മിസ്റ്റർ എക്സിന്റെ കളക്ട് ചെയ്തു. സോ മിസ്റ്റർ എക്സ് പോലും അറിയാതെ എന്ത് പേ ചെയ്തു? ടാക്സ് പേ ചെയ്തു ഇൻഡയറക്റ്റ് ആയിട്ട്. സോ ഈ കളക്ട് ചെയ്യുന്ന ടാക്സ്, ആക്ച്വലി ടാക്സ് പേ ചെയ്ത ആരാണ്? മിസ്റ്റർ എക്സ് ആണ്. ഇത്രയും ടാക്സ് പേ ചെയ്തു. എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഈ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു? ആ ടാക്സ് കളക്ട് ചെയ്തു. ആ ടാക്സ് ഈ ഷോപ്പ് കീപ്പർ കളക്ട് ചെയ്യുന്ന ഈ ടാക്സ് ഷോപ്പ് കീപ്പർ എങ്ങോട്ട് അടയ്ക്കും? ഗവൺമെന്റിലേക്ക് അടയ്ക്കും. സോ ഇവിടെ നോക്കിയേ, ഇൻകം ടാക്സ് ഡയറക്ട് ടാക്സിൽ എന്തായിരുന്നു? എനിക്ക് മിസ്റ്റർ എക്സിനുണ്ടായ ടോട്ടൽ ഇൻകം അതിന്റെ പുറത്ത് എന്താണ്? അയാൾ തന്നെ ടാക്സ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആക്ച്വലി എന്താണ്? കസ്റ്റമർ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമർ ടാക്സ് എന്ത് ചെയ്യുന്നു? പേ ചെയ്യുന്നു. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമറിന്റെ കയ്യിൽ നിന്ന് എന്താണ്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഷോപ്പ് കീപ്പർ ടാക്സ് കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. സോ ഉണ്ടോ ഇവിടെ അതാണ് സെക്കൻഡ് പോയിന്റ്, ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഈസ് ഷിഫ്റ്റഡ് ടു അതർ പേഴ്സൺ. സോ ഇവിടെ എന്താണ്? ഇൻഡയറക്ട് ടാക്സിൽ എന്താണ്? ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഈസ് ഷിഫ്റ്റിംഗ് ടു അതർ പേഴ്സൺ. സോ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് എന്താണ്? ടാക്സ് ബർഡൻ, ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു. എന്തില്? ഇൻഡയറക്ട് ടാക്സിൽ. ക്ലിയർ ആണോ? സോ നമ്മള് ഡയറക്ട് ടാക്സിന്റെ കേസിൽ പറഞ്ഞു ഇറ്റ് ഈസ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. ഇൻഡയറക്ട് ടാക്സിന്റെ കേസിൽ പറഞ്ഞു ഇറ്റ് ഈസ് റിഗ്രസീവ് ഇൻ നേച്ചർ. എന്താണ് ഇവിടെ റിഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്? റിഗ്രസീവ് ഇൻ നേച്ചർ. ഡയറക്ട് ടാക്സിന്റെ കേസിൽ പ്രോഗ്രസീവ് ആയിരുന്നു, പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു. ബട്ട് ഇൻഡയറക്ട് ടാക്സിന്റെ കേസിൽ റിഗ്രസീവ് ഇൻ നേച്ചർ. സോ ദാറ്റ് മീൻസ് എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ഈ നേരത്തെ കേസിൽ പ്രോഗ്രസീവ് നമ്മൾ പറഞ്ഞു, ഇൻകം കൂടുന്ന അനുസരിച്ച് എന്ത് കൂടും? ടാക്സ് റേറ്റ് അല്ലെ, അപ്ലൈ ചെയ്യുന്ന റേറ്റ് വ്യത്യസ്തമാകുമെന്ന് പറഞ്ഞു. ഇൻകം കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ്? അപ്ലൈ ചെയ്യുന്ന ടാക്സ് റേറ്റ് കൂടുമെന്ന് പറഞ്ഞു. ദെൻ ഇവിടെ റിഗ്രസീവ് നേച്ചർ, അവിടെ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു, ഇവിടെ റിഗ്രസീവ് നേച്ചർ എന്ന് പറഞ്ഞു. എന്തായിരിക്കും റിഗ്രസീവ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിഗ്രസീവ് ഇൻ നേച്ചർ എന്താണ്? റിഗ്രസീവ് നേച്ചർ പറയാമോ? സോ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഇവിടെ രണ്ട് കാര്യങ്ങൾ നോക്കണം. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഇൻകം 20 lakhs ഇൻകം ഉള്ള ഒരാളും, സോ ഇൻകം ജസ്റ്റ് പറയാണ് 5 lakhs ഉള്ള ഒരാളും നേരെ ഷോപ്പിൽ ചെന്നു ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അവർക്ക് ഇയാളുടെ ഇൻകത്തിന്റെ ബേസിസിലാണോ ഇവിടെ ടാക്സ് ചാർജ് ചെയ്യുന്നത്, ഇൻഡയറക്ട് ടാക്സ് ചെയ്യുന്നത്? ഈ ഗുഡ്സിന്റെ പ്രൈസ് അല്ലെങ്കിൽ
ഇൻഡയറക്ട് ടാക്സിൽ അല്ലെങ്കിൽ GST ഒരു റേറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് എത്ര പർച്ചേസ് ചെയ്താലും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നവന്റെ ഇൻകം കേപ്പബിലിറ്റി പേയിങ് കപ്പാസിറ്റി നോക്കിയിട്ടല്ല എന്ത് ചാർജ് ചെയ്യുന്നത്, ഇൻഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ GST ചാർജ് ചെയ്യുന്നത് അല്ലെ. സോ ഇതിന്റെ പുറത്ത് എത്രയാണ് ഇപ്പം ഇവിടെ നമ്മൾ പറയുന്ന പോലെ ഈ പറഞ്ഞ ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻകം, ഒത്തിരി ഇൻകം അല്ലെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളും പേ ചെയ്യാത്ത ആളും കടയിൽ ചെന്ന് ഒരു ഐറ്റം പർച്ചേസ് ചെയ്താൽ ഡിഫറെന്റ് റേറ്റ് ആണോ വരിക? രണ്ടുപേർക്കും എന്തായിരിക്കും? ഒരേ റേറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ. ദെൻ അതിനേക്കാൾ കൂടുതലായിട്ട് സോ ഇവിടെ ഇൻകം കൂടുതലുള്ള ഒരാള് ഒരു സെയിം കമോഡിറ്റി 10,000 rupees പർച്ചേസ് ചെയ്തു, ഇൻകം കുറവുള്ള ആള് 1,000 rupees പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഈ രണ്ട് കേസിലും 10,000 rupees പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ റേറ്റിന് ഡിഫറൻസ് ഉണ്ടാവുമോ? സോ ഇവിടെ GST 18% ആണെങ്കിൽ ഇത് 9% ആയിരിക്കും. ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? 9%. സോ 18% GST കാറ്റഗറി ആണെങ്കിൽ CGST SGST എല്ലാം വരുന്ന എത്ര ആയിരിക്കും? 9%. ദാറ്റ് മീൻസ് ഈ എമൗണ്ടിന്റെ കോസ്റ്റിന്റെ അല്ലെങ്കിൽ ആക്ച്വൽ ഫിഗറിന്റെ പുറത്ത് എന്താണ് ഈ റേറ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ദെൻ ഇവിടെ നോർമലി സ്റ്റുഡൻസ് അപ്പോൾ ഒരു ഡൗട്ട് വരാറുണ്ട്. ഇപ്പം ഈ 10,000 എന്നുള്ളത് മാറിയിട്ട് 10 lakhs rupees പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ 5 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്താൽ ദാറ്റ് ഷോപ്പ് കീപ്പർ പ്രൊവൈഡ് എ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഒരു ഈ കോസ്റ്റിന്റെ ഒരു 5% അല്ലെങ്കിൽ 2% ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. സോ ഇങ്ങനെയുള്ള കേസിൽ ഈ പറയുന്ന നേച്ചർ റിഗ്രസീവ് നേച്ചർ എന്ന് പറയാൻ പറ്റുമോ? സോ അവിടെ പ്രോഗ്രസീവ് നേച്ചർ ആണെന്നാണോ പറയുന്നത്? ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഗീവിംഗ് എ ഡിസ്കൗണ്ട്, ഷോപ്പ് കീപ്പർ ഗീവിംഗ് എ ഡിസ്കൗണ്ട്. സോ നോർമലി സ്റ്റുഡൻസ് വരുന്ന ഡൗട്ടാണ്, അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ അല്ലല്ലോ എന്നൊരു ഡൗട്ട് വരാറുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ സെനാരിയോ. 10 lakh rupees പർച്ചേസ് ചെയ്തു. ദ ഷോപ്പ് കീപ്പർ പ്രൊവൈഡ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 2% ഓൺ വാല്യൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടാക്സിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവോ? മീൻസ് ഇൻ ദ സെൻസ് GST പ്രകാരമുള്ള റേറ്റിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവോ? പറയാമെങ്കിലും റേറ്റിന് ഡിഫറൻസ് ഉണ്ടാവോ? ഉണ്ടാകും. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നോർമലി വരുന്ന ഡൗട്ടാണിത്. സോ 10 lakh rupees ഡിസ്കൗണ്ട് 2% കൊടുത്താൽ സോ ദാറ്റ് മീൻസ് എന്താണ് അവര് ഇങ്ങനെ കാണിക്കും 10 lakhs. Then 2% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 2% 10 lakhന്റെ 2% എത്ര വരും? ഒരു 20,000. സോ 20,000 10 lakhൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്ര കിട്ടും നമുക്ക്? 9,80,000. സോ ഇതായിരിക്കും അതിന്റെ കോസ്റ്റ്. സോ ഇതിന്റെ പുറത്തും ആപ്ലിക്കബിൾ റേറ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല. എത്ര പർച്ചേസ് ചെയ്താലും എത്രയാണ്? CGST at the rate 9% ആയിരിക്കും, SGST at the rate 9%. ദാറ്റ് മീൻസ് എന്താണ് ഈ 10 lakhന് പകരം എന്താണ് ഈ ഡിസ്കൗണ്ട് കഴിച്ചുള്ള എമൗണ്ടിന്റെ പുറത്തായിരിക്കും എന്ത് ആപ്ലിക്കബിൾ ആവുന്ന ഈ റേറ്റ്. ഓക്കെ, സോ ഇൻകം ടാക്സിൻ്റെത് പോലെ ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് മുകളിലാണെങ്കിൽ എന്താണ് ഈ പ്രോഗ്രസീവ് ബേസിലെ റേറ്റിന് ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല. സോ എത്ര പർച്ചേസ് ചെയ്യാലും ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ പുറത്ത് മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ? ആക്ച്വൽ കോസ്റ്റ്. സോ ദാറ്റ് മീൻസ് ഏത് ഫിഗറിന്റെ മുകളില് നമ്മൾ റേറ്റ് അപ്ലൈ ചെയ്യണം. ബട്ട് എത്ര പർച്ചേസ് ചെയ്താലും എത്ര കൂടുതൽ പർച്ചേസ് ചെയ്താലും നമുക്ക് എന്താണ് ഈ റേറ്റിന് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന റേറ്റിന് ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. ക്ലിയർ ആണോ? സോ ഉണ്ടാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് ഇൻഡയറക്ട് ടാക്സ് GST എന്ത് നേച്ചറാണ്? റിഗ്രസീവ് ഇൻ നേച്ചർ. ക്ലിയർ ആണോ? സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി ആണ് രണ്ട് ടൈപ്പ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ആദ്യം ബേസിക്സ്. ടാക്സ് എന്താന്ന് പറഞ്ഞു. ഗവൺമെന്റ് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു പേയ്മെന്റ് ആണ്. ഒന്നുകിൽ അത് ഇൻകത്തിന്റെ പുറത്ത്
that income earn ചെയ്യുന്ന പേഴ്സൺ തന്നെ ഡയറക്ട്ലി ഗവൺമെന്റിന് കൊടുക്കാം. സോ അതാണ് മേജർ ആയിട്ടുള്ള ഒരു ഡയറക്ട് ടാക്സ്. ദെൻ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് എന്താണ് ഇൻസിഡൻസ് ഓഫ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ. ദാറ്റ് മീൻസ് എന്താണ് കസ്റ്റമർ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമർ ആർക്കായിരിക്കും പേ ചെയ്യുന്നത്, ഗവൺമെന്റ് ആയിരിക്കില്ല. Some registered person will collect the tax from the customer and paid it to the government. Clear le? So രണ്ട് taxes, direct tax and indirect tax തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ബേസിക് കാര്യങ്ങളാണ്. Why tax is levied? The reason for levy of tax is that they constitute basic source of revenue to the government. Revenue so raised, utilized for meeting the expenses of government like defense, provisions for education, healthcare, infrastructure facilities like road, dams, etc. Okay, so എന്താണ് ടാക്സ് കളക്ട് ചെയ്യുന്ന എന്ത് ഉദ്ദേശത്തിലാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. സോ ജനങ്ങൾക്ക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് എന്ത് കളക്ട് ചെയ്യുന്നത്? ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പവർ ടു ലെവി ടാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സ് സോ എന്താണ് എന്ത് എൻഫോഴ്സ് ചെയ്യുന്ന പറഞ്ഞത്? ഗവൺമെന്റ് executed in pursuit of legislative authority. Okay, tax it is not a voluntary payment or donation but an enforced contribution exacted in pursuit of legislative authority. Then power to levy act. Constitution of India gives power to levy and collect taxes where direct or indirect to central and state government. Central and state government. Okay, central government inum state government endana constitution, Indian constitution അനുസരിച്ചിട്ട് എന്താണ്? power to levy and collect tax. So ഇവിടെ direct tax ആരാണ് കളക്ട് ചെയ്യുന്നത്? ഡയറക്ട് ടാക്സ് നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും പവർ കൊടുത്തിട്ടുണ്ട് എന്ത്? ടാക്സ് കളക്ട് ചെയ്യാൻ. ഇറ്റ് ക്യാൻ ബി ഡയറക്ട് ടാക്സ് ആകാം, ഇൻഡയറക്ട് ടാക്സ് ആകാം. ഡയറക്ട് ടാക്സ് ആരാണ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണോ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, അല്ലെങ്കിൽ രണ്ടുപേരോ? Direct tax, the union and state government are empowered to levy tax by virtue of Article 246 of the Constitution of India. 7th schedule to article contains 3 lists which enumerate the matter under which the union and state government have authority to make laws for the purpose of levy tax. Okay, so 7th schedule നമുക്ക് എന്താണ്? 246 പ്രകാരം എന്താണ്? ഗവൺമെന്റ്, സോ യൂണിയൻ ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് കൊടുത്തിരിക്കുകയാണ്? പവർ കൊടുത്തിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ ആർട്ടിക്കിൾ 246, 7th ഷെഡ്യൂൾ ഓഫ് ആർട്ടിക്കിൾ 246 എന്താണ്? 3 ലിസ്റ്റ് പറയുന്നു. ഓക്കെ, സോ 3 ലിസ്റ്റ് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം. സോ ഇവിടെ പറഞ്ഞിരുന്നു, ഞാൻ ചോദിച്ചിരുന്നു ഡയറക്ട് ടാക്സ് ആരാണ് കളക്ട് ചെയ്യുന്നതെന്ന്. സോ സെൻട്രൽ ഗവൺമെന്റ് ആണോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ രണ്ടുപേരും കൂടെ ചേർന്നാണോ എന്നില്ല. സോ ബോത്ത് എന്നൊരു ആൻസർ, ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ ആണ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് മനസ്സിലാക്കണം. യൂണിയൻ ലിസ്റ്റ് ഉണ്ടോ? 3 ലിസ്റ്റ് ആണല്ലോ. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവർ. സോ ദാറ്റ് മീൻസ് അതിനകത്ത് ആരും ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ ആരും ഇടപെടൂല. എന്താണ് എക്സ്ക്ലൂസീവ് പവർ? സെൻട്രൽ ഗവൺമെന്റിന് മാത്രം പവർ ഉള്ള ലിസ്റ്റ് ആണ്. ടു മേക്ക് ലോസ് ഓൺ ദ മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ലിസ്റ്റ്. സോ യൂണിയൻ ലിസ്റ്റിൽ ആര് മാത്രം, അല്ലെങ്കിൽ ടാക്സിന്റെ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിലുള്ള ഐറ്റംസ് ആര് മാത്രമേ ടാക്സ് കളക്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് ലോസ് ഉണ്ടാക്കുള്ളൂ? സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. ദെൻ സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, state government has exclusive power.
സോ ഈ കേസിൽ സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തുവരും സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് ലോസ് ഓൺ ദ മാറ്റേഴ്സ് കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് ലിസ്റ്റ്. സോ ഈ സെനാരിയോയിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നതെങ്കിൽ ആർക്ക് പവർ ഇല്ല? സെൻട്രൽ ഗവൺമെന്റ് ഇല്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എക്സ്ക്ലൂസീവ് പവർ ടു make laws and regulations and collect tax from that particular items mentioned in state list. Then concurrent list, both central government and state government have power to make laws on the matters contained in the concurrent list. So concurrent ലിസ്റ്റിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ആർക്കൊക്കെ പവർ ഉണ്ട്? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരേപോലെ തന്നെ പവർ ഉണ്ട്. ക്ലിയർ ആണോ? ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഇൻകം ടാക്സ്. സോ നേരത്തെ രണ്ടുപേർക്കും പവർ എന്ന് പറഞ്ഞിരുന്നു. ഇൻകം ടാക്സ് is the most significant direct tax. Entry 82 of union list. ഈ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രം പവർ ഉള്ളതാണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് മാത്രം പവർ ഉള്ളതാണോ, അല്ലെങ്കിൽ രണ്ടുപേർക്കും പവർ ഉള്ളതാണോ? യൂണിയൻ ലിസ്റ്റ് ആർക്കാണ് എക്സ്ക്ലൂസീവ് പവർ ഉള്ളത്? യൂണിയൻ ലിസ്റ്റില് സെൻട്രൽ ഗവൺമെന്റ് അല്ലെ? സോ അപ്പൊ നേരത്തെ പറഞ്ഞ ആൻസറിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ബോത്ത് ആണോ? അല്ലെ? സോ ദാറ്റ് മീൻസ് നമുക്ക് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് നമ്മൾ ആരാണ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇൻകം ടാക്സിന്റെ കേസിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യണം. സോ അവിടെ ആർക്കാണ് അത് പോകുന്നത്? സെൻട്രൽ ഗവൺമെന്റിനാണ് പോകുന്നത്. സോ 82 എൻട്രി 82 പറയുന്നത് ഡയറക്റ്റ് ടാക്സ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആരുടെ ഇതിലാണ് വരുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് എക്സ്ക്ലൂസീവ് പവർ ഉള്ളതാണ്. ദാറ്റ് ഈസ് ലിസ്റ്റ് 1 in the 7th schedule to article 246 of constitution. India have given power to parliament, that means central government, make laws in income other than agricultural income. Okay, in connection with income other than agricultural income. So Indian scenario നമ്മൾ അതെല്ലാം നമ്മൾ in depth ഡിസ്കസ് ചെയ്യുന്നതാണ്. income which do not forming part of total income ത്തിനകത്തൊക്കെ നമ്മൾ exempted income ഡിസ്കസ് ചെയ്യുന്നതാണ്. അഗ്രികൾച്ചറൽ ഇൻകത്തിനെ കുറിച്ച് സെക്ഷൻ 10 സബ്സെക്ഷൻ നമ്മൾ പിന്നീട് in depth ഡിസ്കസ് ചെയ്യും. അഗ്രികൾച്ചറൽ ഇൻകത്തിന് എന്തില്ല? ടാക്സ് ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് 246. സോ ആർട്ടിക്കിൾ 246 അതിന്റെ ലിസ്റ്റ് 1 7th ഷെഡ്യൂളിലെ ലിസ്റ്റ് 1 പ്രകാരം എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റിന് എന്താണ്? മേക്ക് ലോസ് ഓൺ ഇൻകം അതർ ദാൻ. സോ എനി ഇൻകം അതർ ദാൻ. സോ നമ്മൾ ഇൻകത്തിനെയൊക്കെ പല ഹെഡിലേക്ക് തിരിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ഇൻകം ഉണ്ടായിട്ടുണ്ട്, എന്തൊഴിച്ച് അഗ്രികൾച്ചർ ഇൻകം ഒഴിച്ച് ബാക്കി എന്ത് ഇൻകം ഉണ്ടായാലും അത് ടാക്സ് ചെയ്യാനുള്ള അതോറിറ്റി ആർക്കുണ്ട്? പാർലമെന്റിന്. ദാറ്റ് മീൻസ് ഡയറക്റ്റ് ടാക്സ് ആരാണ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്ന ആരാണ്? പാർലമെന്റ്. ദാറ്റ് മീൻസ് ആര് മാത്രം? സെൻട്രൽ ഗവൺമെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ നേരത്തെ രണ്ടുപേരും എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. ക്ലിയർ അല്ലേ? അത് ഓക്കെ. ഇനി നമുക്ക് നോക്കാം. സോ ഇൻകം ടാക്സ് എന്താണ്? എൻട്രി 82 പ്രകാരം എന്താണ്? ആർട്ടിക്കിൾ 246 പ്രകാരം എന്തിനൊഴിച്ച്? അഗ്രികൾച്ചറൽ ഇൻകത്തിനൊഴിച്ച് ബാക്കി എല്ലാ ഇൻകത്തിന്റെയും പുറത്ത് ആര് ടാക്സ് അല്ലെങ്കിൽ അതിനകത്തുള്ള അമെൻമെന്റ്സ്, ലോസ് ആൻഡ് മാറ്റേഴ്സ് എല്ലാം റെഗുലേഷൻസ് എല്ലാം കൊണ്ടുവരുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ. ഓക്കെ, സോ ഇൻകം ടാക്സ് ലോയുടെ കമ്പോണൻസ്. സോ ഇതുവരെ ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? Components of income tax laws. Then first one, Income Tax Act 1961. Okay, so Income Tax Act 1961 ആണ് Income Tax Act. Then സോ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻകം ടാക്സ് ആക്ട് 1961 വെച്ചിട്ടാണ് നമ്മൾ എന്താണ് ഓരോ ഇയർലെയും ടാക്സിന്. സോ ഇതിന്റെ ഈ ആക്ട് പ്രകാരമാണ് എന്ത് വന്നിരിക്കുന്നത്? ഇൻകം ടാക്സ്. നമ്മൾ ഡയറക്ട് ടാക്സിനകത്ത് മേജർ റവന്യൂ ആയിട്ടുള്ള ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നതിന്റെ ആക്ട് എന്താണ്? ഇൻകം ടാക്സ് ആക്ട് 1961. ദെൻ റൂൾസ്, ഇൻകം ടാക്സ് റൂൾസ്. ദെൻ 1962 ഇൻകം ടാക്സ് റൂൾസ് 1962. Okay,
സോ ഇൻകം ടാക്സ് ആക്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള റൂൾസ്, സോ അതിനെ എങ്ങനെയാണ് ടാക്സ് കളക്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് റൂൾസ് അത് CBDT സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ഇൻകം ടാക്സ് റൂൾസ് കൊണ്ടുവന്നു. ദെൻ ഇതാണ് നമ്മുടെ മേജറായിട്ട് വരുന്നത് ആനുവൽ ഫിനാൻസ് ആക്ട്. സോ നമ്മൾ എല്ലാ വർഷവും നിങ്ങൾ ആർട്ടിക്കിൾ ഷിപ്പിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നതായിരിക്കും. എല്ലാ വർഷവും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് അവതരിപ്പിക്കും പാർലമെന്റില്? ഫിനാൻസ് ബിൽ. സോ ഓരോ വർഷവുമുള്ള ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കും. സോ അതിന്റെ ബേസിസിലായിരിക്കും അതിനകത്ത് എന്തൊക്കെ ലിമിറ്റിലോ അങ്ങനെ അല്ലെങ്കിൽ എത്ര ടാക്സിന്റെ കാര്യങ്ങൾക്കോ എല്ലാം തന്നെ എന്താണ് ആനുവൽ ഫിനാൻസ് ബിൽ. ദാറ്റ് മീൻസ് ഈ പ്രീവിയസ് ഇയറിൽ ഏത് രീതിയിൽ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയറിലേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ടാക്സ് ചെയ്യേണ്ടത് എന്ന് അവതരിപ്പിക്കുന്നതാണ് എന്ത് എല്ലാ വർഷവും എവരി ഇയർ നമുക്ക് എന്തുണ്ടാവും പാർലമെന്റില് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് അവതരിപ്പിക്കും? ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കും. സോ അതിന്റെ ബേസിസിലായിരിക്കും എന്ത് പ്രീവിയസ് ഇയർ ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ഓരോ ഹെഡിലും എന്തൊക്കെ വരും അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ടാക്സ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ എക്സംഷൻ കിട്ടും ഡിഡക്ഷൻസ് എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് പുതിയതായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്തിനകത്ത് വരും? ആനുവൽ ഫിനാൻസ് ബിൽ, ആനുവൽ ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ ഫിനാൻസ് ബില്ലിന്റെ എല്ലാ വർഷവും പാർലമെന്റിലെ ഫിനാൻസ് മിനിസ്റ്റർ നോർമലി ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ലില് ഉണ്ടാവും. അല്ലേ? ദെൻ ഫിനാൻസ് ബില്ലിന് ശേഷം സോ ഫിനാൻസ് ബില്ല് നമുക്ക് ഒരു വർഷത്തിൽ ഒന്നായിരിക്കും. അതിനുശേഷവും എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻസ് ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി വരാനായിട്ട് എന്ത് ഇഷ്യൂ ചെയ്യും? സർക്കുലേറ്റ്സ് ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. CBDT മീൻസ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. സോ സർക്കുലേറ്റ്സ് ഇഷ്യൂ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ഫിനാൻസ് ബില്ലിന് ശേഷം എന്തെങ്കിലും അഡീഷൻസ് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണെങ്കിലും നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യും? സർക്കുലേറ്റ്സ് ഇഷ്യൂ ചെയ്യും. ദെൻ നോട്ടിഫിക്കേഷൻസ് ഫിനാൻസ് ബില്ലിന് ശേഷം എപ്പോഴെങ്കിലും പ്രീവിയസ് ഇയറിൽ എന്താണ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ എന്ത് കൊണ്ടുവരും? നോട്ടിഫിക്കേഷൻസിലൂടെ കൊണ്ടുവരും. ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയറിലാകുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ ഇൻകത്തിന്റെ പുറത്ത് ടാക്സ് ചെയ്യണം. സോ അഡീഷണൽ ആയിട്ട് സംടൈംസ് എന്ത് കൊണ്ടുവരാം? നോട്ടിഫിക്കേഷൻസ്. ദെൻ ലാസ്റ്റ് വൺ കേസ് ലോസ് ആൻഡ് ഡിസിഷൻസ്. സോ നമുക്ക് ഈ ആക്ടിന്റെ പുറത്ത് എന്താണ് കോർട്ടിലേക്ക് ഡിസ്പ്യൂട്ട് പോകാം. സോ ആ കോർട്ടിന്റെ ആ ഒരു കേസിന്റെ വാദപ്രതിവാദങ്ങളൊക്കെ കേട്ടിട്ട് എന്താണ് ഡിസിഷൻ പറയും. ആര്? ഡിസിഷൻസ് ബൈ ഒന്നുകിൽ ഒരു ഹൈക്കോർട്ട് അല്ലെങ്കിൽ നമ്മുടെ സുപ്രീം കോർട്ട്. സോ ഹൈക്കോർട്ടോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ സോ അത് എന്താകും? നമ്മള് ഹൈക്കോർട്ട്. സോ ഹൈക്കോർട്ടിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിസിഷൻ ഡിഫറെന്റ് സ്റ്റേറ്റിലെ ഹൈക്കോർട്ടിലെ ഡിഫറെന്റ് ആയിട്ട് വരാം. ബട്ട് സുപ്രീം കോർട്ടിലെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ലോ ആ ഡിസിഷന്റെ ബേസിൽ നമുക്ക് എന്ത് തന്നെ പറയാം? ഈ പറയുന്ന ടാക്സിന്റെ പുറത്ത് നമ്മൾ റേറ്റോ അല്ലെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യുന്നത് എന്തിന്റെ പുറത്തായിരിക്കും? ആ ഒരു കോർട്ടിന്റെ ഡിസിഷൻ. സോ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഇത്രയും കമ്പോണൻസ് ഉണ്ട്. 1961 ആണ് എന്ത് പറയുന്നത്? ഇൻകം ടാക്സ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1962 എന്താണ് ആക്ട് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെ കൊണ്ടുപോകുന്നുള്ള റൂൾസ് നമ്മൾ പറഞ്ഞു. ദെൻ എല്ലാ വർഷവും എന്തുണ്ടാവും? ഫിനാൻസ് ആക്ട് ഉണ്ടാവും. അതിന്റെ പുറത്ത് എന്താണ്? സർക്കുലേഴ്സ് ഇറക്കും എന്ത്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. ദെൻ നോട്ടിഫിക്കേഷൻ. ദെൻ ലാസ്റ്റ് വൺ കേസ് ലോസ് ആൻഡ് ഇറ്റ്സ് ഡിസിഷൻസ്. സോ ഒരു കേസിന്റെ പുറത്ത് ഒന്നുകിൽ ഒരു ഹൈക്കോർട്ടോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടോ ഒരു ഡിസിഷൻ പറഞ്ഞാൽ ആ ഡിസിഷന്റെ ബേസിസിലും കൂടെ ആയിരിക്കും നമ്മൾ എന്ത് അസർട്ടൈൻ ചെയ്യുന്നത്? ഇൻകം ടാക്സും അസർട്ടൈൻ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ഒരാളുടെ ഇൻകം. സോ കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ ഒരാളുടെ ഇൻകം അസർട്ടൈൻ ചെയ്യുന്നത് അയാളുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനായിട്ടും ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇൻകവും ഇൻകം ടാക്സും അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ നമുക്ക് ഈ ഡിസിഷൻസ് ഇൻഡെപ്ത് വരുന്നത് ഫൈനൽ ലെവലിലാണ്. നമ്മുടെ 1-2 ചാപ്റ്ററുകളിൽ 1-2 കേസ് ലോസിന്റെ ഡിസിഷൻ നമ്മളത്
ക്യാപിറ്റൽ ഗെയിനിൽ ഒന്ന് രണ്ടിടത്ത് യൂസ്ഫുൾ ആകും. ബിക്കോസ് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സുപ്രീം കോടതിയുടെ ഡിസിഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ആ കേസിൽ മാത്രമാണ് നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ലെവലില് കേസ് ലോസിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ബാക്കിയെല്ലാം കേസ് ലോസിന്റെ ഇൻഡെപ്ത് ഡിസ്കഷൻ വരുന്നത് ഫൈനൽ ലെവലിലാണ്. ക്ലിയർ ആണോ? സോ ജസ്റ്റ് ഒന്ന് പറയാമോ എന്തൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ, കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ എന്ന് പറയാമോ? പെട്ടെന്ന് പറയാമോ? കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ. ഫസ്റ്റ് വൺ, Income Tax Act 1961, then Income Tax Rules 1962, then Finance Act, every year ഉണ്ടാകുന്ന Finance Bill, then circulars issued by CBDT, then notifications by CBDT, then case laws and its decisions. So High Court അല്ലെങ്കിൽ Supreme Court പറയുന്ന ഒരു ഡിസിഷന്റെ ഇതും കൂടെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് അസർട്ടൈൻ ചെയ്യുന്നത്? ഇൻകം അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി. ക്ലിയർ ആണ്? Then next one, so very important, basic principle for charging income. So നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് ഇസ് എ ഡയറക്റ്റ് ടാക്സ്. ഒരു ആളുടെ ഇൻകത്തിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? റേറ്റ് അപ്ലൈ ചെയ്ത് ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. സോ ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അയാൾക്ക് നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാ സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. സോ അഗ്രികൾച്ചറൽ ഇൻകം ഒഴിച്ച് ബാക്കി എല്ലാ ഇൻകത്തിന്റെയും പുറത്ത് എന്ത് ചെയ്യും? നമ്മള് യൂണിയൻ സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ടാക്സ് അല്ലെങ്കിൽ അവരുടെ എക്സ്ക്ലൂസീവ് പവർ ആണ് ടാക്സ് ചെയ്യാം. സോ ഇവിടെ ഇപ്പോ നമുക്കിപ്പോ ഒരു സംശയം തോന്നി. സോ ഇൻകം എന്ന് പറഞ്ഞല്ലോ. സോ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കും? ഏതെങ്കിലും പീരീഡ് ഉണ്ടോ? അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്? ടാക്സ് ലയബിലിറ്റി അട്രാക്ട് ചെയ്യുന്നത്. സോ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ചാർജിങ് ഇൻകം സെക്ഷൻ 4 പറയുന്നത് എന്താണ്? സെക്ഷൻ 4 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന നോർമൽ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ബേസിക് പ്രിൻസിപ്പിൾ ടോട്ടൽ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഓഫ് എ പേഴ്സൺ ചാർജ്ഡ് ടു ടാക്സ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ഇയർ which is the assessment year. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ വെരി വെരി ഇമ്പോർട്ടന്റ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ഇൻകം വേർഡ് പറഞ്ഞിരിക്കുന്നു. ടോട്ടൽ ഇൻകം in the previous year of a person charged to tax. ഏത് ഇയറിലാണ് ടാക്സിന് ചാർജ് ചെയ്യുന്നത്? ടോട്ടൽ ഇൻകം. സോ ടോട്ടൽ ഇൻകം ഇൻ ദ പ്രീവിയസ് ഇയർ ഓഫ് എ പേഴ്സൺ ചാർജ് ടാക്സ്. ഏത് ഇയറിലാണ് ടാക്സ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ഇയർ വിച്ച് ഈസ് കോൾഡ് the assessment year. Okay, so basic principle of charging income എന്താണ് പറയുന്നത്? ടോട്ടൽ ഇൻകം, ഒരാളുടെ ടോട്ടൽ ഇൻകം സോ ഒരാൾക്ക് ഉണ്ടാകുന്ന ടോട്ടൽ ഇൻകം, ഏത് വർഷം ഉണ്ടാകുന്ന ടോട്ടൽ ഇൻകം? പ്രീവിയസ് ഇയറിലുള്ള ടോട്ടൽ ഇൻകം ഓഫ് എ പേഴ്സൺ വിൽ ബി ചാർജ്ഡ് ടു ടാക്സ് ഇൻ ദ അസസ്മെന്റ് ഇയർ. സോ ഏത് റേറ്റിലായിരിക്കും? ആസ് റേറ്റ്സ് പ്രിസ്ക്രൈബ് ഇൻ ഫിനാൻസ് ആക്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാണ്ട്, ഇവിടെ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ, നമ്മൾ ബേസിക്സ് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, ബട്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ബേസിക്സ് അതുകൊണ്ട് അതിനകത്ത് കുറെ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടോട്ടൽ ഇൻകം, ഒന്ന് പ്രീവിയസ് ഇയർ, ദെൻ ഓഫ് എ പേഴ്സൺ ഇൻ ദ അസസ്മെന്റ് ഇയർ. എന്താണ് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ മീൻസ്? പ്രീവിയസ് ഇയർ പറയാമോ? എന്താണ് പ്രീവിയസ് ഇയർ? എന്താണ് പ്രീവിയസ് ഇയർ?
ഇൻകം ജനറേറ്റ് ചെയ്ത് എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ഒരു പ്രീവിയസ് ഇയർ ഇൻകം ജനറേറ്റ് ചെയ്ത ഇയർ. ദെൻ അസസ്മെന്റ് ഇയറോ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻകം ജനറേറ്റ് ചെയ്ത ഇയർ എന്ന് പറഞ്ഞു, ടാക്സ് പേ ചെയ്ത ഇയർ. സോ ഇൻകം പ്രീവിയസ് ഇയറിനെ നിങ്ങൾ പറഞ്ഞ ആൻസർ ആണ്. പ്രീവിയസ് ഇയറിലെ ഇൻകം ജനറേറ്റ് ചെയ്ത ഇയർ എന്ന് പറഞ്ഞു. ജനറേറ്റഡ് ഇയർ. ദെൻ അസസ്മെന്റ് ഇയർ. അസസ്മെന്റ് ഇയർ എങ്ങനെ പറഞ്ഞു? ടാക്സ് പേ ചെയ്ത്. ഓക്കെ, ടാക്സ് പേ ചെയ്ത് എന്ന്. ഓക്കെ, ഇവിടെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എന്റെ ക്വസ്റ്റ്യൻ, ഇൻകം ജനറേറ്റ് ചെയ്ത ഇയർ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റഡ് ചെയ്ത ഇയർ നമ്മുടെ കലണ്ടർ ഇയർ ആയിട്ടുള്ള ജാനുവരി 1 to 31 ഡിസംബർ ആണോ എടുക്കുന്നത്? പ്രീവിയസ് ഇയർ. അല്ല. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അതിനകത്ത് അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അസസ്മെന്റ് ഇയർ മീൻസ് എന്താണ്? എ പീരീഡ് ഓഫ് 12 months. സോ ആദ്യം സെക്ഷൻ ശ്രദ്ധിക്കുക. സെക്ഷൻ 2 സബ്സെക്ഷൻ 9. അസസ്മെന്റ് ഇയർ എന്താണ് പറയുന്നത്? 12 months പീരീഡ് ആണ്. ദാറ്റ് മീൻസ് 1 year. 12 months പീരീഡ്. സോ 12 months പീരീഡ് നമുക്ക് എവിടെ വേണേൽ എടുക്കാം. സോ ജാനുവരി 1 to ഡിസംബർ 31 ആകാം. പക്ഷെ നമ്മൾ 12 months പീരീഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 April സ്റ്റാർട്ട് ചെയ്തിട്ട് സോ 12 months പീരീഡ് എവിടെ ആയിരിക്കും അവസാനിക്കുക? 1 April സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 12 months പീരീഡ് അവസാനിക്കുന്ന ഡേറ്റ് എന്നായിരിക്കും? months പീരീഡ് അവസാനിക്കുന്ന എന്നായിരിക്കും? 31st March അല്ലെ? സോ 1 April to 31st March ഓഫ് നെക്സ്റ്റ് ഇയർ അല്ലെ? സോ നെക്സ്റ്റ് ഇയറിലെ 31st March ആയിരിക്കും എന്ത്? ആ 1 year അല്ലെങ്കിൽ ആ 12 months അവസാനിക്കുന്ന ഡേറ്റ് വരും. സോ നമ്മുടെ ഇനി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് തൊട്ട് എന്ന് വരെയാണ്. നമ്മൾ ഇപ്പൊ നമുക്ക് മെയ് അല്ലെങ്കിൽ നവംബർ ആണെങ്കിൽ ജൂണോ ഡിസംബറിലോ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ എന്ന് തൊട്ട് എന്ന് വരെ. അസസ്മെന്റ് ഇയർ എന്ന് തൊട്ട് എന്ന് വരെ ആയിരിക്കും. അസസ്മെന്റ് ഇയർ എന്ന് തൊട്ട് എന്ന് വരെ ആയിരിക്കും. പ്രീവിയസ് ഇയർ അല്ല ചോദിച്ചത്, അസസ്മെന്റ് ഇയർ. നമ്മുടെ അസസ്മെന്റ് ഇയർ എത്രയാണിത്? അസസ്മെന്റ് ഇയർ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് മെയ്യിലോ നവംബറോ വരുന്ന അസസ്മെന്റ് ഇയർ ആണ് ചോദിച്ചത്. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ അല്ല. അസസ്മെന്റ് ഇയർ. നമ്മുടെ അസസ്മെന്റ് ഇയർ ഏതാണ്? Okay, 23-24 ആണ്. ദാറ്റ് മീൻസ് 1 April 2023 to 31st March 2024. That means assessment year 23-24 ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കണം, അസസ്മെന്റ് ഇയർ 23-24 എന്ന് പറഞ്ഞാൽ എന്ന് സ്റ്റാർട്ട് ചെയ്യണം? 1 April 2023 മുതൽ 31st March 2024 വരെ വരുന്ന 12 months പീരീഡ് ആണ് എന്ത്? അസസ്മെന്റ് ഇയർ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ശ്രദ്ധിക്കുക. സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ആണ് എന്ത് പറയുന്നത്? അസസ്മെന്റ് ഇയർ. അപ്പോൾ പ്രീവിയസ് ഇയർ എന്തായിരിക്കും? ഉണ്ടോ ഇവിടെ നേരത്തെ ഉണ്ടോ പറഞ്ഞിരിക്കുന്നത്? പ്രീവിയസ് ഇയർ മീൻസ് ഇൻകം ജനറേറ്റഡ് ഇയർ. അസസ്മെന്റ് ഇയർ മീൻസ് ടാക്സ് പേ ചെയ്യുന്ന ഇയർ എന്നാണ് രണ്ട് ആൻസർ പറഞ്ഞത്. സോ ഇവിടെ അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, സോ ഈ പ്രീവിയസ്, അതായത് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ഇൻകം എന്തെങ്കിലും ടാക്സ് ചെയ്താൽ മതിയോ? അസസ്മെന്റ് ഇയർ ഉണ്ടോ? ടാക്സ് പേ ചെയ്ത ഇയർ എന്നേ പറഞ്ഞുള്ളൂ, അതിനകത്ത് ഒരു വേർഡ് മിസ്സായിട്ടുണ്ട്. സോ നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞു ദാറ്റ് ഈസ് എ പീരീഡ് ഓഫ് 12 months. ദാറ്റ് മീൻസ് പക്ക 1 year എന്ന് കമൻസ് ചെയ്യണം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ കമൻസ് ചെയ്യുന്ന എന്നായിരിക്കും? 1 April to
31st March. 1st April to 31st March. So ആ 12 മാസമാണ് എന്ത് അസസ്മെന്റ് ഇയർ. നമ്മുടെ സെക്ഷൻ 4 പ്രകാരം എന്താണ് total income of a person in the previous year. Total income of a person in the previous year will be charged to tax in the assessment year. So assessment year എന്താണ് നമ്മൾ പറഞ്ഞു 2 subsection 9 പ്രകാരം എന്താണ് 1st April, that 12 periods of month starting from അല്ലെങ്കിൽ commencing on 1st April and ends on 31st March of next year. So നമ്മുടെ assessment year, so നമ്മുടെ ഈ exam point of view നമ്മുടെ assessment year എന്ത് വരും 2020 1st April 2023 to 31st March 2024. Clear അല്ലേ? Okay. നേരത്തെ പറഞ്ഞതിൽ ഒരു പോയിന്റ്, ഒരു ചെറിയൊരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞതിൽ ഒരു വേർഡ് മിസ്സായി. പ്രീവിയസ് ഇയർ സെക്ഷൻ 3 പ്രകാരം പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, അസസ്മെന്റ് ഇയർ എന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ അസസ്മെന്റ് ഇയർ ആണ് 1st April 2023 to 31st March 2024. ഇതാണ് അസസ്മെന്റ് ഇയർ. സെക്ഷൻ 2 സബ്സെക്ഷൻ 9 പ്രകാരം സെക്ഷൻ 3 പ്രകാരം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഇയർ അല്ല, ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെന്റ് ഇയർ. സോ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷം, അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 12 months. ഫിനാൻഷ്യൽ ഇയർ മീൻസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് എന്ത് പറയുന്നത്? അസസ്മെന്റ് ഇയർ. സോ അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഇയറിനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ. സോ പ്രീവിയസ് ഇയർ എന്ന് മുതൽ എന്ന് വരെ ആയിരിക്കും? ഇതിന് തൊട്ട് മുമ്പുള്ള ഡേറ്റ് എന്താണ്? 31st March 2023. So financial year, that means financial year എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1st April 2022. So that means നമുക്ക് എന്താ പറയാം, പ്രീവിയസ് ഇയർ 2023 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസസ്മെന്റ് ഇയർ എന്താണ്? 23-24. ക്ലിയർ ആണോ? ഓക്കെ, സോ നേരത്തെ അത് പറഞ്ഞ പോയിന്റിലെ വ്യത്യാസം മനസ്സിലായല്ലോ അല്ലെ? സോ ഏതെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്ത ഇയർ, ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ഇയർ എന്നുള്ളതല്ല, നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ആണ്. ചുമ്മാ കലണ്ടർ ഇയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 12 മാസവും അല്ല എടുക്കുന്നത്, എക്സാക്ട്ലി ഫിനാൻഷ്യൽ ഇയർ. സോ അതിനെക്കുറിച്ച് ഇപ്പം കലണ്ടർ ഇയറും ഫിനാൻഷ്യൽ ഉണ്ടായതുകൊണ്ട് അതൊന്നാക്കണം എന്ന രീതിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇന്ത്യൻ റൈറ്റ് നൗ ഇപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ഇയർ മീൻസ് 1st April സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് 31st month. ദാറ്റ് മീൻസ് ദാറ്റ് 12 months പീരീഡ്. സോ നമ്മുടെ അസസ്മെന്റ് ഇയർ 2023 ഏപ്രിൽ. സോ നമുക്ക് 2023 ഏപ്രിൽ ആണ്, നമ്മൾ 2023 മെയ് ആണ് നമ്മുടെ എക്സാം. ദാറ്റ് മീൻസ് 31st March. സോ 2022 ഏപ്രിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 31st March 2023 വരെയുള്ള ഇൻകം, പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം എന്ന് ടാക്സ് ചെയ്യുന്ന പറഞ്ഞ അസസ്മെന്റ് ഇയർ ആയിട്ടുള്ള 2000 അസസ്മെന്റ് ഇയർ 23-24. ദാറ്റ് മീൻസ് ഈ പീരീഡിൽ ടാക്സ് ചെയ്യും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും. നമുക്ക് ഈ ഒരു ഇതിന്റെ പുറത്താണ് നമ്മളിപ്പോ എന്ത് മനസ്സിലാക്കി? പ്രീവിയസ് ഇയർ മനസ്സിലാക്കി, അസസ്മെന്റ് ഇയർ മനസ്സിലാക്കി. ദെൻ എന്താണ് പ്രീവിയസ് ഇയറിലുള്ള ടോട്ടൽ ഇൻകം ഓഫ് എ പേഴ്സൺ, ഡയറക്ട് ടാക്സ് ആണ് ഒരു പേഴ്സൺ. ഓക്കെ, സോ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സോ ബേസിക് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? സെക്ഷൻ 4 പറയുന്ന ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് എ പേഴ്സൺ ചാർജ്ഡ് ടു ടാക്സ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ഇയർ വിച്ച് ഈസ് കോൾഡ് അസസ്മെന്റ് ഇയർ. സോ നമ്മളിപ്പോ എന്താണ് ഇതിനകത്ത് നാല് കാര്യങ്ങളായിരുന്നു, 4 വേർഡ്സ് ആയിരുന്നു നമ്മൾ ഇതായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും നമ്മൾ ആ ഒരു സെക്ഷൻ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, അസസ്മെന്റ് ഇയറും ഡിസ്കസ് ചെയ്തു അല്ലെ? ദെൻ എന്താണ് ടാക്സ് ചെയ്യുന്ന അസസ്മെന്റ് ഇയറിൽ? ടോട്ടൽ ഇൻകം, പ്രീവിയസ് ഇയറിലുള്ള ടോട്ടൽ ഇൻകം. ആരുടെ ടോട്ടൽ ഇൻകം? പേഴ്സൺ ഓഫ് എനി പേഴ്സൺ ഓഫ് എ പേഴ്സൺ. ആരാണ് ഈ പേഴ്സൺ? അല്ലെങ്കിൽ ആരൊക്കെ ആകാം ഈ പേഴ്സൺ? ഇൻകം ടാക്സ് ആക്ടിന്റെ പെർവ്യൂവില് ആരാണ് പേഴ്സൺ? പറയാം, ആരൊക്കെയാണ് പേഴ്സൺ? ഇൻഡിവിജ്വല്, HUF, AOP. സോ അസസ്മെന്റ് ഇയർ പറഞ്ഞു, സെക്ഷൻ നോട്ട് ചെയ്യണം, 2 subsection 9, പ്രീവിയസ് ഇയർ സെക്ഷൻ 3 ഗെറ്റ്. സെക്ഷൻ 2 subsection 31, സെക്ഷൻ 2 subsection 31 ആണ് എന്ത് പറയുന്നത്?
ഇൻകം ടാക്സിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ആണ് എന്ത് പറയുന്നത്? പേഴ്സൺ. സോ പേഴ്സൺ ഇൻക്ലൂഡ്സ്, ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. പേഴ്സൺ ഇൻക്ലൂഡ്സ് ആരൊക്കെ ആകാം? ഇൻഡിവിജ്വൽ ആകാം, ഇൻഡിവിജ്വൽ. സോ ദാറ്റ് മീൻസ് എന്താണ് ഇൻഡിവിജ്വൽ മീൻസ്? ഇൻഡിവിജ്വൽ എന്താണ്? ഇൻഡിവിജ്വൽ person includes individual. Individual എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സാമ്പിൾ ഇൻഡിവിജ്വൽ. അതായത് പറഞ്ഞ ഈ പറയുന്ന പേഴ്സൺസിന്റെ ടോട്ടൽ ഇൻകം, പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം ആണ് എവിടെ ടാക്സ് ചെയ്യുന്നത്? അസസ്മെന്റ് ഇയറിലെ ടാക്സ് ചെയ്യുന്ന ആസ് പെർ സെക്ഷൻ 4 ബേസിക് പ്രിൻസിപ്പിൾ. ഇൻഡിവിജ്വൽ ആരാണ്? ഇൻഡിവിജ്വൽ മീൻസ് സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമുക്കൊരു നമ്മൾ നേരത്തെ പോലെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ, ഒരു ആൾ എന്ന രീതിയിൽ പറയാം. ഇപ്പം ഇൻഡെപ്തിലേക്ക് പോകുകയാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മുടെ ആക്ടിന്റെ പരിവിലോട്ട് വരുമ്പോഴത്തേക്കുമാണ് അത് ബിസിനസ്, ഒരാളുടെ ബിസിനസ് എന്ന രീതിയിൽ പറയുന്നത്. സോ ഇപ്പം ഒരാളുടെ സാലറി ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, സോ അത് മെയിൽ ആകാം, ഫീമെയിൽ ആകാം, അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിലാണ് ഒരാളുടെ പേഴ്സന്റെ ഫസ്റ്റ് വരുന്നത്. എന്താണ്? ഇൻക്ലൂഡ്സ്, ഇൻഡിവിജ്വൽ. ദെൻ HUF എന്താണ്? HUF എന്താണ്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. സോ ഇതിനകത്തുണ്ടോ ഓരോ മെമ്പേഴ്സിനെ അല്ല എടുക്കുന്നത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവരെ ആ HUF എന്ന് പറയുന്ന പേഴ്സൺ. സോ ഇൻകം ടാക്സ് പേഴ്സൺ ഇൻ ദ സെൻസ് നമുക്ക് നോർമലി ഡൗട്ട് വരുന്നതാണ്. പേഴ്സൺ എന്നതുകൊണ്ട് ഇൻകം ടാക്സ് ആക്ടിലെ 2 സബ്സെക്ഷൻ 31 ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരാള് എന്ന രീതിയിലല്ല. ഓക്കെ, സോ അതിനകത്ത് എന്താകാം? ഒരാളാകാം. ഫസ്റ്റ് ആണ് പേഴ്സൺ ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽ. പേഴ്സൺ ഇൻക്ലൂഡ്സ് ഒന്നുകിൽ എന്താകാം? ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആകാം, അല്ലെങ്കിൽ ആരാകാം? കമ്പനി ആകാം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആകാം, അല്ലെങ്കിൽ എന്താകാം? ഒരു കമ്പനി ആകാം. എന്താണ് ഒരു കമ്പനി? അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണ്? സോ ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിൽ പറയാം കമ്പനി. സോ എന്ത് ആക്ട് പ്രകാരമാണ് കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? കമ്പനീസ് ആക്ട് 2013 അല്ലെ? പണ്ട് 1956 ആയിരുന്നു. റൈറ്റ് നൗ കമ്പനീസ് ആക്ട് 2013. നമുക്ക് കണ്ടോ, ഒരാള് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്താലും അയാൾ എന്തായിട്ട് കൂട്ടും? പ്രീവിയസ് ഇയർ അയാളുടെ ടോട്ടൽ ഇൻകം, അയാളുടെ പേഴ്സൻറ്റേജ് വരും. അയാളുണ്ടോ അവിടെ പേഴ്സൺ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ഇല്ല, ബട്ട് HUF ആണ്. ഒരുപാട് ആൾക്കാരുടെ ഒരു അൺഡിവൈഡഡ് ഫാമിലി ആണെങ്കിലും സോ അവരെ എന്തായിട്ടും ആ ഫാമിലി അല്ലെങ്കിൽ HUF ഇൻകം ഉണ്ടാക്കിയാൽ HUF-നെ പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്ത് ടാക്സ് ചെയ്യും. ഓക്കെ, സോ കമ്പനിയുടെ കേസിൽ നമുക്ക് കൂടുതലായിട്ടും ഇൻകം ടാക്സ് പർപ്പസിന്, റേറ്റ് പർപ്പസിനൊക്കെ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി എന്നതിൽ ഉപരി നോട്ട് ചെയ്യാം കമ്പനീസ് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് കമ്പനീസ്. നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ മേജറായിട്ട് ഇൻകം ടാക്സ് പർപ്പസിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ രണ്ട് രീതിയിലാണ്. ഫസ്റ്റ് വൺ ഡൊമസ്റ്റിക് കമ്പനി. Domestic company, then domestic company അല്ലെങ്കിൽ foreign company. നോട്ട് ചെയ്യാം, ബിക്കോസ് നമുക്ക് റേറ്റും എല്ലാം നമ്മൾ ബേസിക്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഡൊമസ്റ്റിക് കമ്പനീസിനും ഫോറിൻ കമ്പനീസിനും രണ്ടായിട്ടാണ് വരുന്നത്. ഡിഫറെന്റ് റേറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. സോ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന സർചാർജും എല്ലാം തന്നെ ഇതിന്റെ ബേസിസിലാണ്. സോ രണ്ടായിട്ടാണ് നമ്മൾ നോർമലി ഇൻകം ടാക്സ് പർപ്പസിന് തിരിക്കുന്നത്. ഡൊമസ്റ്റിക് കമ്പനി, ദെൻ ഫോറിൻ കമ്പനി.
സോ എന്താണ് ഒരു ഡൊമസ്റ്റിക് കമ്പനി? പറയാം. ഡൊമസ്റ്റിക് കമ്പനി എങ്ങനെ തിരിച്ചറിയും? ഡൊമസ്റ്റിക് കമ്പനി ഇന്ത്യൻ കമ്പനീസ് എല്ലാം തന്നെ എന്താണ്? ഡൊമസ്റ്റിക് കമ്പനിയാണ്. സോ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കമ്പനീസ് എല്ലാം, ഇന്ത്യൻ കമ്പനീസ് എല്ലാം തന്നെ എന്താണ്? ഒരു ഡൊമസ്റ്റിക് കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ ഡൊമസ്റ്റിക് കമ്പനിയിൽ വേറെ ഒരു ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ കമ്പനീസ് വിച്ച് ഹാസ് made arrangements for declaring and paying dividend within India. Companies which has made arrangements for declaring and paying dividend within India out of income chargeable to tax. Income chargeable to tax in India. So companies which has made arrangements for declaring and paying dividend in India out of income chargeable to tax in India. ഒന്നുകിൽ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ എന്താണ്? ഇന്ത്യയിലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യോ പേ ചെയ്യോ. ഇതിൽ നിന്നാണ്? ഔട്ട് ഓഫ് ഇൻകം ചാർജബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലെ ചാർജബിൾ ആയിട്ടുള്ള ടാക്സിന് ചാർജബിൾ ആകുന്ന ഇൻകത്തിൽ നിന്ന് ദാറ്റ് പർട്ടിക്കുലർ കമ്പനി ഇന്ത്യയിലെ ഡിവിഡൻഡ് പേ ചെയ്യാൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യോ പേ ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സോ നടത്തിയാൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് കമ്പനി ഈസ് എ ഡൊമസ്റ്റിക് കമ്പനി. എന്തിന്റെ പരിവില്? ഇൻകം ടാക്സ് ആക്ടില് നമുക്ക് എന്ത് പറയാം? ഈസ് എ ഡൊമസ്റ്റിക് കമ്പനി. ക്ലിയർ ആണോ? സോ ശ്രദ്ധിക്കാം, രണ്ട് ടൈപ്പ് ഓഫ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ ഡൊമസ്റ്റിക് കമ്പനി അല്ലെങ്കിൽ ഫോറിൻ കമ്പനി. സോ ഇന്ത്യൻ കമ്പനീസിനെല്ലാം നമുക്ക് എന്ത് പറയാം? ഡൊമസ്റ്റിക് കമ്പനി. ദെൻ അതൊരു ഇന്ത്യൻ കമ്പനി അല്ല, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്? മെയ്ഡ് അറേഞ്ച്മെന്റ്സ്. എന്തിനുള്ള അറേഞ്ച്മെന്റ്സ് ആണ്? ഫോർ ഡിക്ലെയറിംഗ് ആൻഡ് പേയിങ് ഡിവിഡൻഡ് വിത്തിൻ ഇന്ത്യ. ഇന്ത്യക്കകത്ത് എന്ത് കൊടുക്കാൻ പോവാണ്? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ പോവാണ്. എന്തിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നത്? ആ കമ്പനിയുടെ ഇൻകം, ദാറ്റ് ഇൻകം ചാർജബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ. സോ ദാറ്റ് മീൻസ് ഒരു കമ്പനി ഇന്ത്യക്ക് പുറത്തുള്ളതാണെങ്കിൽ ഇന്ത്യക്കകത്ത് ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് ആ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവാണ്? ഇന്ത്യക്കകത്ത് എന്താ? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക അല്ലെങ്കിൽ പേ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഒരു ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ഫോറിൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബിക്കോസ് നമുക്ക് ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസിലും ഇതിനകത്ത് അല്ലാത്ത കേസിലും റേറ്റ് ടാക്സ് റേറ്റും അതേപോലെ തന്നെ സർചാർജ് ആപ്ലിക്കബിലിറ്റി റേറ്റും ഡിഫറെന്റ് ആണ്. സോ നമുക്ക് ബേസിക്സിൽ നിന്ന് ഒരു മിനിമം ഒരു 4 മാർക്കിന് വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഏരിയാസിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. സോ കൊണ്ട് അറിഞ്ഞിരിക്കണം ഡൊമസ്റ്റിക് കമ്പനി. ദെൻ ഫോറിൻ കമ്പനിയെ നമുക്ക് എന്താ പറയാം? ഉണ്ടോ? ഇന്ത്യൻ കമ്പനിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന കമ്പനീസ് എന്താണ്? ഇന്ത്യയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ അതിൽ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന കമ്പനീസ് എല്ലാം എന്താണ്? ഡൊമസ്റ്റിക് കമ്പനിയാണ്. സോ ഫോറിൻ കമ്പനി മീൻസ് എന്താണ്? ദി കമ്പനി വിച്ച് ഇസ് നോട്ട് എ ഡൊമസ്റ്റിക് കമ്പനി. എ കമ്പനി which is not a domestic company. സോ ഒരു കമ്പനി എന്തല്ല? ഒരു ഡൊമസ്റ്റിക് കമ്പനി അല്ല എങ്കിൽ കമ്പനി വിച്ച് ഇസ് നോട്ട് എ ഡൊമസ്റ്റിക് കമ്പനി അതിനെ നമുക്ക് എന്ത് പറയാം? ഫോറിൻ കമ്പനി. സോ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഒന്നും നോക്കാനല്ല, അതെന്താണ്? ഡൊമസ്റ്റിക് കമ്പനിയാണ്. സോ ഇന്ത്യൻ കമ്പനി അല്ല,
ബട്ട് ഇന്ത്യയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, ആ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൽ നിന്ന് ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്യാനോ പേ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് നടത്തിയാൽ പോലും അതിന് എന്തായിട്ട് ഇൻകം ടാക്സ് ആക്ടിന്റെ പരിവിൽ എന്തായിട്ട് കണക്കാക്കും? ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് കമ്പനി. സോ ഇതെന്താണ്, ഇന്ത്യയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഉണ്ട്, അതിൽ നിന്ന് എന്തുകൂടെ പേ ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കകത്ത് ഡിവിഡന്റൂടെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കും? ഇറ്റ്സ് എ ഡൊമസ്റ്റിക് കമ്പനി. സോ ഇത് ഒന്ന് ഇന്ത്യൻ കമ്പനി അല്ല, ഇന്ത്യയിൽ ഡിവിഡന്റും പേ ചെയ്തില്ലെങ്കിൽ എന്താണ്, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ ഫോറിൻ കമ്പനി. ക്ലിയർ ആണോ? സോ ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? സോ നമ്മള് പിന്നെ പേഴ്സൺസിലേക്ക് വന്നു. ഒന്നുകിൽ പക്ക ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ HUF ആകാം, കമ്പനി ആകാം. കമ്പനിയുടെ തന്നെ റേറ്റിന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഡൊമസ്റ്റിക് കമ്പനി ആൻഡ് ഫോറിൻ കമ്പനി. ദെൻ ഫേം, എന്താണ്, പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ ഫേം. സോ ഫേം എന്തൊക്കെയാകാം? So partnership firm രണ്ടിലാകാം, ഉണ്ടോ, ഇൻക്ലൂഡിംഗ് ലിമിറ്റഡ് ലയബിലിറ്റി. LLP മീൻസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് firm as per Partnership Act 1932. So Partnership Act 1932 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഫേം അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. So as per Limited Liability Partnership Act 2008. Okay. So ഒന്നുകിൽ ഫേം എന്ന് പറഞ്ഞാൽ എന്താകാം, ഒരു പക്ക പാർട്ട്ണർഷിപ്പ് ഫേം ആസ് പെർ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, അല്ലെങ്കിൽ എന്താണ്, ആസ് പെർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരമുള്ള ഒരു LLP. ഒന്നുകിൽ ഫേം ഉണ്ടോ, ഫേം ഇൻക്ലൂഡിംഗ് LLP നമ്മൾ എന്തായിട്ട് വിളിക്കും? പേഴ്സൺ. AOP, Association of Persons or Body of Individuals. AOP അല്ലെങ്കിൽ BOI. AOP, BOI, whether incorporated or not. Okay. So AOP ആകാം, Association of Person അല്ലെങ്കിൽ Body of Individuals. So ഇവരും എന്താണ്, പേഴ്സൺ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. പേഴ്സണകത്ത് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ഇൻക്ലൂഡഡ് ആണ്. സോ ഇവര് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്താൽ പ്രീവിയസ് ഇയർ ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അസസ്മെന്റ് ഇയറിൽ ആ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് പേ ചെയ്യേണ്ടി വരും. ദെൻ ലോക്കൽ അതോറിറ്റി. സോ മുനിസിപ്പൽ കമ്മിറ്റി, ഡിസ്ട്രിക്ട് ബോർഡ്, അങ്ങനെ വരുന്ന ലോക്കൽ അതോറിറ്റീസ്. സോ ലോക്കൽ അതോറിറ്റീസും എന്താണ്, പേഴ്സന്റെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇവര് പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകം അത് എന്തിൽ ടാക്സ് ചെയ്യും? അസസ്മെന്റ് ഇയറിൽ. ദെൻ ഏറ്റവും ലാസ്റ്റ് വൺ AJP, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, നോട്ട് കവേർഡ്. സോ ഇതിന് പറയാത്ത ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ് എല്ലാം, നോട്ട് നാച്ചുറൽ പേഴ്സൺസ് അല്ലാത്ത ബാക്കി എല്ലാവരും ഈ പറയുന്ന മുകളിൽ പറയുന്നതിൽ കവർ ചെയ്യാത്ത ബാക്കിയുള്ള ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്. സോ ഇത്രയും ആണ് എന്തിനകത്ത് വരുന്നത്? പേഴ്സൺ. സോ പേഴ്സൺ ഡെഫിനിഷൻ ഏതാണ്? 2 subsection 31. സോ ഇനി നോക്കാം, നമ്മൾ ഉണ്ടോ സെക്ഷൻ 4 ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ടോട്ടൽ ഇൻകം. നമ്മൾ പ്രീവിയസ് ഇയർ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ റൈറ്റ് നൗ പേഴ്സൺ കഴിഞ്ഞു, അസസ്മെന്റ് ഇയർ ഡിസ്കസ് ചെയ്തു. സോ ഇനി എന്തുകൂടാണ് അറിയേണ്ടത്? ടോട്ടൽ. സോ അത്രത്തോളം വെയിറ്റേജ് ഉള്ള ഒരു ഡെഫിനിഷൻ ആണ് പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം. എന്താണ്? ഒരു പേഴ്സന്റെ ടോട്ടൽ. സോ അത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാളുടെ ടോട്ടൽ ഇൻകം. സോ നമ്മള് previous year assessment year പറഞ്ഞു 2 subsection 9, a period of 12 months commencing from 1st April and ends on 31st March of the next year. നമ്മുടെ assessment year എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? That means assessment year 23-24 ആണ്. 1st April 2023 to 31st March 2024 ആണ് നമ്മുടെ assessment year. സോ ഉണ്ടോ തൊട്ടടുത്ത ഡെഫിനിഷൻ സെക്ഷൻ 3 ആണ് പ്രീവിയസ് ഇയർ. അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ പ്രീവിയസ് ഇയർ എന്ത് വരും? 1st April 2022 to 31st March 2023. ദെൻ പേഴ്സൺ പറഞ്ഞു, ആരൊക്കെയാണ് പേഴ്സൺ? ഇൻഡിവിജ്വൽ, ദെൻ HUF, ദെൻ കമ്പനി. നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു.
domestic company, foreign company, because rate applicability different ആണ് domestic companies നും foreign companies നും. Then firm then നമ്മൾ രണ്ടായിട്ട് പറഞ്ഞു എന്താണ് നോർമൽ പാർട്ട്ണർഷിപ്പ് ഫേം 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫേം ആകാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആകാം. ദെൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം. ദെൻ ലോക്കൽ അതോറിറ്റീസ് ആകാം. ലാസ്റ്റ് വൺ എന്താണ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ എല്ലാവർക്കും? അടുത്ത പോയിന്റിലേക്ക് പോവാം. പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 SSE. SSE means a person by whom any tax or any other sum of money is payable under Income Tax Act 1961. In addition, the term includes. Okay. In addition, the term. So SSE means എന്താണ്? ഒരു പേഴ്സൺ. സോ പേഴ്സൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരൊക്കെ ആകാം, ഈ പറയുന്ന എല്ലാവരും. ഇൻഡിവിജ്വൽ ആകാം, HUF ആകാം, കമ്പനി ആകാം, ഫേം ആകാം, AOP ആകാം, BOA ആകാം, ലോക്കൽ അതോറിറ്റി ആകാം, AGP. സോ SSE മീൻസ് എ പേഴ്സൺ. സോ ഒരു പേഴ്സൺ ആയി, സോ ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, ഞാൻ SSE ആകണമെങ്കിൽ, സോ ഇൻകം ടാക്സ് പേഴ്സൺ ആയതുകൊണ്ട് മാത്രം ഞാൻ എന്താവൂല, SSE ആവൂല. SSE means a person by whom any tax or any other sum of money is payable. So Income Tax Act പ്രകാരം എന്താണ് അതോറിറ്റി ഗവൺമെന്റിന് ഒരു സം ഓഫ് മണി പേ ചെയ്യേണ്ടി വരുന്ന ആളെ നമുക്ക് എന്ത് പറയാം, SSE എന്ന് പറയാം. ക്ലിയർ ആണോ? In addition, the term includes, ശ്രദ്ധിക്കാം, every person in respect of whom any proceedings under this act has been taken for the assessment of his income. സോ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം റേറ്റിലേക്കൊക്കെ വരികയാണ്. സോ എനിക്ക് 5 lakh rupees ഇൻകം ഉണ്ട്. സോ ഞാനത് 5 lakh rupees അല്ലെങ്കിൽ 5,50,000 ടോട്ടൽ ഇൻകം ഉണ്ട്. ഞാനത് എന്താണ് ഇൻകം ടാക്സ് ആക്ടിന്റെ സൈറ്റിൽ കയറി എന്റെ പാൻ നമ്പർ യൂസ് ചെയ്ത് ഇൻകം അടിച്ചു കൊടുത്ത്, സോ അതിനകത്തുള്ള ഡിഡക്ഷനോ കാര്യങ്ങളോ കഴിഞ്ഞിട്ട് എന്താണ് ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദിസ് ആക്ട്. സോ അങ്ങനെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ എന്ത് വിളിക്കും, SSE എന്ന് വിളിക്കാം. സോ ഇങ്ങനെ ഒരു ഇൻകം ഉണ്ടായിട്ട് ഞാൻ എന്താണ്, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നില്ല. സോ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ എനിക്ക് ജസ്റ്റ് ഞാൻ പറയാണ് ഒരു 8 lakh ഇൻകം ഉണ്ടായെന്ന് വിചാരിക്കുക. സോ അതിനു മുമ്പൊന്നും എനിക്ക് അത്ര ഇൻകം ഇല്ലായിരുന്നു, ഞാൻ അറിയുന്നില്ല, ഞാൻ ടാക്സ് ചെയ്യുന്നു. സോ ആ കേസിൽ എന്തായിരിക്കും, അതോറിറ്റി എന്ത് ചെയ്യാം, എ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹും എനി പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ഹാഡ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെന്റ് ഓഫ് ഹിസ് ഇൻകം. സോ അതോറിറ്റി പറയാണ്, സോ അയാളുടെ അക്കൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ പാൻ വെച്ചിട്ട് ഇത്ര ഇൻകം അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇൻകം അസസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു പ്രൊസീഡിങ്സ് അതോറിറ്റി. സോ CBDT ഇൻകം ടാക്സ് അതോറിറ്റി ഒരു സ്റ്റെപ്പ് അയാളുടെ ഇൻകം അസസ് ചെയ്യാനായിട്ട്, എനി പ്രൊസീഡിങ് അണ്ടർ ദിസ് ഹാസ് ബീൻ ടേക്കൺ ഫോർ ദ അസസ്മെന്റ് ഓഫ് ഇൻകം. ഇൻകം അസസ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ ഇൻകം അസസ് ചെയ്യാൻ തീരുമാനിച്ചാൽ അയാളെ എന്ത് പറയാൻ, നമുക്ക് ഇൻകം ടാക്സ് ആക്ടിന്റെ പരിവിൽ അയാളെ എന്ത് വിളിക്കും, SSE. ക്ലിയർ ആണോ? ഒന്നുകിൽ ആക്ട് വരാൻ കറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ഒരാളെ, സം ഓഫ് മണി പേയബിൾ ആയിട്ടുള്ള ഒരാളെ നമുക്ക് എന്ത് പറയാം, SSE. അല്ലെങ്കിൽ എന്താണ്, അയാളൊന്നും ചെയ്തിട്ടില്ല, ബട്ട് അതോറിറ്റി എന്തെടുത്തു, പ്രൊസീഡിങ്സ് ഹാസ് ബീൻ ടേക്കൺ, എന്ത് കണ്ടുപിടിക്കാനായിട്ട്, അയാളുടെ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്താൽ അയാളെ എന്ത് വിളിക്കാം, SSE. Then income of any other person in respect of which he is assessable. Okay, so നമ്മൾ ഇൻഡെപ്ത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ വരുന്ന വേറൊരാളുടെ ഇൻകത്തിന്റെ, സോ അയാൾ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഇൻകം അയാളുടെ പേരിലേക്ക് ആക്കിയതാണ്, ബട്ട് ആക്ച്വലി ഇൻകം ടാക്സ് അതോറിറ്റിയുടെ പരിവില് ഇയാളാണ് ഈ പറയുന്ന ഇൻകം ഓഫ് എനി അതർ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹി ഈസ് അസസിബിൾ. സോ വേറെ ഒരു മിസ്റ്റർ എക്സ് ഉണ്ട്, മിസ്റ്റർ വൈ ഉണ്ട്. മിസ്റ്റർ വൈക്ക് ഇൻകം ഉണ്ട്, ബട്ട് ആക്ച്വലി ഇയാളുടെ ഒരു ഡീമിംഗ് പ്രൊവിഷൻ, നമ്മൾ അത് പിന്നീട് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യാം. ഡീമിംഗ് പ്രൊവിഷൻ വെച്ചിട്ട് ഇയാളാണ് അതിന്റെ ആക്ച്വൽ, ഇയാൾക്കാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇയാളെ നമ്മൾ എന്ത് വിളിക്കും, SSE. ഓക്കെ, സോ ഇൻകം ഓഫ് എനി പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹി ഈസ് അസസിബിൾ, ഇയാളെ ഡീം ചെയ്തിട്ട് അയാളെ അസസ് ചെയ്താൽ, അസസബിൾ ആണെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കാം, ആക്ട് പ്രകാരം SSE. The loss sustained by him or
by such other person. So income പോലെ തന്നെ ലോസും പറയാറുണ്ട്. The amount of refund due to him or such other person, every person who is deemed to be an assessee in default under any provisions of Income Tax Act. So person, so ആക്ട് പ്രകാരം അല്ലെങ്കിൽ CPDT അതോറിറ്റി പറയാണ് ഇയാൾ ഇന്ന രീതിയിൽ ടാക്സ് അടക്കേണ്ടായിരുന്നു, അയാൾ ഒരു ഡിഫോൾട്ടർ ആണ് എന്ന് പറഞ്ഞാലും അയാളെ എന്തായിട്ട് കണക്കാക്കും? അസസി ആയിട്ട് കണക്കാക്കും. അസസി. സോ അസസി ആണ് നമ്മൾ അസസ്മെന്റ് ഇയർലി പേഴ്സൺ അസസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതോറിറ്റി നമ്മളെ അസസ് ചെയ്യുമ്പോഴാണ് ഏതെങ്കിലും രീതിയിലുള്ള അസസ്മെന്റ് അയാളുടെ പേരിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അയാളുടെ ഇൻകമോ അല്ലെങ്കിൽ വേറൊരാളുടെ ഇൻകത്തിന് പുറത്ത് അയാളാണ് ഡീമിംഗ് പ്രൊവിഷൻ പ്രകാരം അയാളാണ് അസസബിൾ എങ്കിലോ, അങ്ങനെയുള്ള എല്ലാ കേസിലും അസസിൻ ഡീഫോൾട്ട്, അയാൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എങ്കിലും അസസിൻ ഡീഫോൾട്ട് ആണെങ്കിലും അയാളുടെ പേരിൽ എന്ത് വരും? പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ കേസിലും അയാളെ എന്ത് വിളിക്കും? അസസി. ക്ലിയർ ആണോ? സോ ഇനിയാണ് നമ്മുടെ ഇൻകം ടാക്സിലെ ജനറൽ സെക്ഷൻ 4 എന്താണ് പറയുന്നത്? സെക്ഷൻ 4 basic principle of charging income, total income of the previous year of a person charged to tax in the immediately succeeding year, that means assessment year. So previous year le oru person de total income ennu charge cheyunna parnirikku allengil ennu taxable aguna parnirikkunna assessment year alle. So ini onnu ശ്രദ്ധിക്കാം. general principle allengil basic principle ആണ് എന്ത്? previous year le ഒരാളുടെ total income. സോ നമ്മൾ അതിനകത്ത് ഇൻഡെപ്ത് ഒരു കാര്യം പറയാത്തത് ടോട്ടൽ ഇൻകം നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ. ബട്ട് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിളിന് എക്സെപ്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇവിടെ നമുക്ക് എക്സാമിന് ബേസിക്സിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആട്ടോ അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ബേസിക്സിൽ നിന്ന് കിട്ടുന്നതാണ്. സോ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണിത്. എക്സെപ്ഷൻ ടു റൂൾ ദാറ്റ് ഇൻകം ഈസ് ചാർജ് ടു ഇൻകം ടാക്സ് ഇൻ ദ അസസ്മെന്റ് ഇയർ ഫോളോയിങ് ദ പ്രീവിയസ് ഇയർ. സോ എക്സെപ്ഷൻ ദാറ്റ് മീൻസ് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തല്ല? റൂൾ 4 അല്ല ആപ്ലിക്കബിൾ ആകുന്നത്. സോ സെക്ഷൻ 4 അല്ല ആപ്ലിക്കബിൾ ആകുന്നത്. എന്താണ്? ഇൻകം ഓഫ് ആൻ അസസി ഫോർ എ പ്രീവിയസ് ഇയർ ഈസ് ചാർജ്ഡ് ടു ദി ഇൻകം ടാക്സ് ഇൻ ദ അസസ്മെന്റ് ഇയർ ഫോളോയിങ് ദ പ്രീവിയസ് ഇയർ. ഇൻ ദ ഫോളോയിങ് കേസസ് ദ റൂൾ ഡസ് നോട്ട് അപ്ലൈ ആൻഡ് ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഏൺഡ്. ഓക്കെ. സോ എക്സെപ്ഷൻ പറയാൻ പോകുന്ന ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്താ ആപ്ലിക്കബിൾ അല്ല? 4 പ്രകാരമല്ല. നമ്മൾ സെക്ഷൻ 4 ഇൻകം ടാക്സ് എന്താണ്? പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയറിലാണ് നോർമലി ടാക്സ് ചെയ്യുന്നത്. പക്ഷെ ഇനി പറയാൻ പോകുന്ന കേസസിൽ എന്താണ്? പ്രീവിയസ് ഇയറിലെ ഇൻകം എന്ന് തന്നെ ടാക്സ് ചെയ്യും, പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യുന്നു. ക്ലിയർ ആണോ പോയിന്റ്? ഓക്കെ ആണോ? സോ ബേസിക്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയ ആണ്. അതായത് ജനറൽ റൂളിനെ എക്സെപ്ഷൻ ടു ജനറൽ റൂൾ. ദാറ്റ് മീൻസ് ഒരു പേഴ്സന്റെ ടോട്ടൽ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ചാർജ്ഡ് ടു അസസ്മെന്റ് ഇയർ. സോ ഇതിന് എക്സെപ്ഷൻ ഈ പറയുന്ന കേസിൽ എങ്ങനെ ആയിരിക്കും? പ്രീവിയസ് ഇയറിലെ ഇൻകം എന്ന് തന്നെ ചാർജ് ചെയ്യും. ഡസ് നോട്ട് ഇൻകം ടാക്സ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഏൺഡ്. ഓക്കെ. സോ ഫസ്റ്റ് ശ്രദ്ധിക്കാം. ഫസ്റ്റ് സെക്ഷൻ 172 ആണ് പറയുന്നത്. സെക്ഷൻ 172 ആണ് പറയുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ്. ഓക്കെ. സോ ശ്രദ്ധിക്കുക. സെക്ഷൻ 172. സോ എക്സെപ്ഷനിൽ ഫസ്റ്റ് സെക്ഷൻ ആണ്. സോ റൂൾ സെക്ഷൻ 4 ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് പേഴ്സന്റെ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് എന്ന് ടാക്സ് ചെയ്യണമെന്നാണ് ജനറൽ റൂള്. അസസ്മെന്റ് ഇയറിൽ അതിന് എക്സെപ്ഷൻ ദാറ്റ് മീൻസ് എന്താണ്? പ്രീവിയസ് ഇയറിലെ ഇൻകം എന്ത് തന്നെ ടാക്സ് ചെയ്യും? പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യുന്ന ഫസ്റ്റ് കേസ് ആണ് സെക്ഷൻ 172. എന്താണ്? ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ്. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഷിപ്പിംഗ് ബിസിനസ് ആയിരിക്കണം. ആൾ ആരായിരിക്കണം? നോൺ റെസിഡന്റ് ആയിരിക്കണം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. A ship belongs to or chartered by a non-resident. Okay. So
നോക്കുക, ഷിപ്പ് ബിലോങ്സ് ടു അല്ലെങ്കിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന ആരായിരിക്കണം? ഒരു നോൺ റെസിഡന്റ് ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ഇന്ത്യൻ റെസിഡന്റ് ആകരുത്, നോൺ റെസിഡന്റ് ആയിരിക്കണം. ഒന്നുകിൽ ഷിപ്പ് ബിലോങ്ങിങ് അല്ലെ അയാളുടെ സ്വന്തമായിരിക്കണം, അല്ലെങ്കിൽ അത് ചാർട്ട് ചെയ്ത് ചാർട്ടേഡ് ബൈ ആരായിരിക്കണം? ഒരു നോൺ റെസിഡന്റ് ആയിരിക്കണം. ശ്രദ്ധിക്കുക, ഓരോ വേർഡും ശ്രദ്ധിക്കുക. ക്യാരീസ് ലൈഫ് സ്റ്റോക്ക് ആകാം, മെയിൽ ആകാം, ഗുഡ്സ് ആകാം, ഷിപ്ഡ്. ഓക്കെ, സോ ഇതിനകത്ത് നോൺ റെസിഡന്റ് ബിലോങ്ങോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ചാർട്ട് ചെയ്തതോ ആയുള്ള ഷിപ്പ്, അതിന് ലൈഫ് സ്റ്റോക്കോ ഗുഡ്സോ ഷിപ്ഡ് എന്തും ആകാം, അതെന്ത് ചെയ്തു? ഷിപ്ഡ് അറ്റ് എ പോർട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇന്ത്യയിലുള്ള ഒരു പോർട്ടില് അത് ഷിപ്പ് ചെയ്തു. ഷിപ്ഡ് അറ്റ് എ പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു പോർട്ടില് ഷിപ്പ് ചെയ്താൽ ഷിപ്ഡ് അറ്റ് എ, സോ ഇന്ത്യയിലുള്ള ഒരു പോർട്ടില് ഇറക്കിയാൽ. The ship is allowed to leave the port only when the tax has been paid or satisfactory arrangements has been made for payment of 7.5% of freight paid or payable will be treated as deemed income. Applicable tax rate will be applied on the deemed income. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. നോക്കാം, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം? ഈ ഷിപ്പ് ആരായിരിക്കണം? ഒന്നുകിൽ നോൺ റെസിഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഷിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്ന ആരായിരിക്കണം? ഒരു നോൺ റെസിഡന്റ് ആയിരിക്കണം. എന്ത് സംഭവിച്ചു? ഇന്ത്യയിൽ ഉള്ള ഏതെങ്കിലും പോർട്ടില് ലൈഫ് സ്റ്റോക്കോ മെയിൽസോ ഗുഡ്സോ ഷിപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഷിപ്പ് ഇന്ത്യയില് എന്താണ് എന്തെങ്കിലും ഷിപ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോർട്ടില് എന്തെങ്കിലും ഇറക്കുമതി നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഷിപ്പിനെ ഇന്ത്യൻ പോർട്ട് വിട്ടുപോകണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ടാക്സ് അടയ്ക്കാതെ പോകാൻ പറ്റില്ല. ഇവിടെ നോക്കുക, ഇവിടെ റൂൾ 4 അങ്ങനെയാണല്ലോ. പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്ത് അസസ്മെന്റ് ഇയറിൽ നോക്കുക, ഈ ഷിപ്പ് ആരുടെയാണ്? നോൺ റെസിഡന്റിന്റെ ആണ്, ഇന്ത്യക്ക് പുറത്തുള്ള ഒരാളുടെയാണ് അല്ലെ. സോ അയാൾ ഇന്ത്യയിൽ ഒറ്റ തവണ ഷിപ്പ് ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്ത വർഷം അയാൾ ഈ പറയുന്ന പ്രീവിയസിലെ ടോട്ടൽ ഇൻകം ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ ഇന്ത്യയിലേക്ക് വരുമോ? വരണം എന്നുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നോൺ റെസിഡന്റ് ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു ഷിപ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ ആ ഷിപ്പ് പോർട്ട് വിട്ടുപോകണമെങ്കിൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ ടാക്സ് പേ ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റ്സ്. സോ ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, എത്രയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്? ഇത്രയാണ്. ഇനി അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. 7.5% ടാക്സ് പേ ചെയ്യണം എന്നല്ല. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. പറഞ്ഞിരിക്കുന്ന പോയിന്റ് നോക്കാം. 7.5% ഓഫ് ഫ്രൈറ്റ് പെയ്ഡ് ഓർ പേയബിൾ വിൽ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് ഇൻകം. ഓക്കെ, സോ പോർട്ടില് ഒരു ഷിപ്മെന്റ് നടത്തി, അയാൾക്ക് ജസ്റ്റ് ഒരു ഫിഗർ പറയാണ്. ഷിപ്മെന്റ് നടത്തിയപ്പോൾ അയാൾക്ക് കിട്ടിയ ഫ്രൈറ്റ് ചാർജസ് കിട്ടിയത് 2 lakh rupees ആണെന്ന് വിചാരിക്കുക. സോ ഈ 2 lakh rupeesന് 7.5% ടാക്സ് അടയ്ക്കണം എന്നാണോ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത്? അതാണ് നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക്. സോ 7.5% ടാക്സ് അടയ്ക്കണം എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. സോ എത്രയാണോ അയാൾ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത ഫ്രൈറ്റ്, അതിന്റെ, അതായത് ഇതിന്റെ ഈ 2 lakhന്റെ 7.5% കണ്ടുപിടിച്ച് അതിനെ നമ്മൾ എന്ത് പറയും? 2 lakh into 7.5%, 15,000. ഇത് എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. ഡീംഡ് ഇൻകം ആയിട്ട്. ഓക്കെ, സോ 2 lakh വേണ്ട, ഒരു 20 lakhs എടുക്കുക. 20 lakhs ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 7.5% എത്ര വരും? 7.5%, 1,50,000 അല്ലെ. സോ 1,50,000 ഇതാണ് അയാളുടെ ഡീംഡ് ഇൻകം. സോ ഡീംഡ് ഇൻകം. സോ ഈ ഡീംഡ് ഇൻകത്തിന്റെ പുറത്ത് ആപ്ലിക്കബിൾ റേറ്റ് എന്നാണ്. സോ ഫോറിൻ കമ്പനി ആണെങ്കിൽ നോർമലി നമ്മൾ ജസ്റ്റ് പറയാണ്
ഒരു 40% ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് അയാൾ പേ ചെയ്യുന്ന ടാക്സ് എത്രയാണ്? 1,50,000 അല്ല, 1,50,000 എന്തായിട്ട് കണക്കാക്കും? അയാളുടെ ഡീംഡ് ഇൻകം. ദാറ്റ് മീൻസ് ഇന്ത്യയിൽ എത്രയാണോ അയാൾക്ക് ഫ്ലൈറ്റ് കിട്ടിയത് അതിന്റെ 7.5% അയാളുടെ ഇൻകം കണക്കാക്കിയിട്ട്, സോ ദാറ്റ് മീൻസ് ഈ 1,50,000 എത്ര പേഴ്സെന്റ് അയാൾ ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റ്സ് ചെയ്യണം? 60,000 rupees. ക്ലിയർ ആണോ? ബിക്കോസ് ഇങ്ങനെ ഒരു നോർമൽ സെക്ഷനിൽ നിന്ന് മാറാൻ കാര്യം എന്താണ്? അയാൾ ഓൾറെഡി നോൺ റെസിഡന്റ് ആണ് ഇന്ത്യയിൽ, പിന്നെ അടുത്ത ഇയറിൽ അയാൾ ടാക്സ് അടയ്ക്കാനായിട്ട് ഇന്ത്യയിലോട്ട് വരത്തില്ല, അല്ലെങ്കിൽ വരണം എന്നില്ല, നോൺ റെസിഡന്റ് അല്ല ഓൾറെഡി. പ്രത്യേകിച്ച് അതോറിറ്റിക്ക് എന്താണ് അയാൾക്കെതിരെ ടാക്സ് റിക്കവർ ചെയ്യാനായിട്ട് ഒരു രീതിയിലും നടപടി എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നോൺ റെസിഡന്റ് ഇന്ത്യൻ പോർട്ടിൽ എന്തെങ്കിലും ഒരു ഷിപ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ ഷിപ്മെന്റ് നടത്തി അയാൾ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിന്റെ 7.5% അയാളുടെ ഡീംഡ് ഇൻകമായിട്ട് കണക്കാക്കും. അതിന്റെ പുറത്ത് ആ വർഷത്തെ ഫിനാൻഷ്യൽ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഫിനാൻസ് ബില്ല് പ്രകാരം ആപ്ലിക്കബിൾ റേറ്റ് എത്രയാണോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അയാൾക്ക് പേ ചെയ്യേണ്ട ടാക്സ്. ഒന്നെങ്കിൽ അയാൾ അത് പേ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റ്സ് നടത്താതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഷിപ്പിന് ഇന്ത്യൻ പോർട്ട് വിട്ടു പോകാൻ പറ്റില്ല. ക്ലിയർ ആണോ സെക്ഷൻ? ദെൻ ആണെങ്കിൽ ഇതിന്റെ ഒന്ന് ആൻസർ പറയാം. ശ്രീലങ്കയിൽ നോൺ റെസിഡന്റ് ശ്രീലങ്കയില് ഷിപ്പ് പുറപ്പെടുന്നു. ശ്രീലങ്കയിൽ നിന്ന് ചാർട്ട് ചെയ്യുന്ന ഒരു ഷിപ്പ് ബിലോങ്സ് ടു ഇൻഡിവിജ്വൽ ശ്രീലങ്കൻ. ദെൻ ആ ഷിപ്പ് ഇന്ത്യയിലൂടെ കടന്നു പോയിട്ട് ഓസ്ട്രേലിയയിൽ ഒരു ഷിപ്മെന്റ് നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 172 ആപ്ലിക്കബിൾ ആണോ? സെക്ഷൻ 172 ആപ്ലിക്കബിൾ ആവോ? ഇല്ല അല്ലെ? സോ കണ്ടോ, അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് നോൺ റെസിഡന്റ് ഷിപ്പിംഗ് ബിസിനസ് ബിലോങ്സ് ടു നോൺ റെസിഡന്റ്. എന്തായിരിക്കണം? നോൺ റെസിഡന്റ് ആയിരിക്കണം. എന്തായിരിക്കണം? അതിനകത്ത് സ്റ്റോക്കോ മെയിലോ ഗുഡ്സോ എന്തെങ്കിലും ഷിപ്പ് ചെയ്യുന്ന എവിടെ ആയിരിക്കണം? ഇന്ത്യയിലെ ഏതെങ്കിലും പോർട്ടിൽ ഷിപ്പ് ചെയ്താൽ മാത്രമാണ്. സോ അല്ലാത്ത അതെന്താണ്? ഇന്ത്യയായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ശ്രീലങ്കയിലുള്ള ഒരാൾ ഓസ്ട്രേലിയ ആയിട്ടുള്ള ഒരു ഡീൽ നടത്തുന്നതിനെ ചുരുക്കലും എന്താണ്? ഇൻകം ടാക്സ് അട്രാക്ട് ചെയ്യില്ല. ഇന്ത്യൻ പോർട്ടിൽ ഷിപ്പ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 172 പ്രകാരം എത്രയാണോ അയാൾ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത ഫ്രൈറ്റ് അതിന്റെ 7.5% അയാളുടെ ഡീംഡ് ഇൻകമായിട്ട് കണക്കാക്കി അതിന്റെ പുറത്ത് ആ ഫിനാൻഷ്യൽ ഇയറിലെ ആപ്ലിക്കബിൾ റേറ്റ് എത്രയാണോ അത് വെച്ചുള്ള ടാക്സ് ഒന്നെങ്കിൽ പേ ചെയ്യണം, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റ് നടത്തിയാൽ മാത്രമേ ഇന്ത്യൻ പോർട്ടിൽ നിന്ന് വിട്ടുപോകാൻ പറ്റൂ. അതാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 172. ഓക്കെ. സെക്ഷൻ 174. person leaving India. Person leaving India. When it appears to assessing officer that any individual, so individual എന്താണ്? person definition include ആണ്. Individual may leave India during the current assessment year or shortly after its expiry and he has no present intention to returning to India. Then the total income up to the probable date of his departure from India is chargeable to tax in the assessment year. Clear ആണോ? എന്താണ്? ഒരു ഇൻഡിവിജ്വൽ എന്താണ് പുള്ളി? ലീവിങ് ഇന്ത്യ. എന്താണ്? തിരിച്ചു വരാൻ നോ ഇന്റൻഷൻ ടു റിട്ടേണിംഗ് ടു ഇന്ത്യ. നോ ഇന്റൻഷൻ ടു റിട്ടേണിംഗ് ടു ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ എന്താണ്? അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും? സോ ഇയാൾ ഒരു ബിസിനസ്മാൻ ആണെന്ന് വിചാരിക്കാം. പ്രീവിയസ് ഇയർ 22-23. സോ 1st April 22 to 31st March 23. Okay. Then അയാള് June 5th 2023 എന്താണ്?
ലീവിങ് ഇന്ത്യ. സോ അയാൾക്ക് ആക്ച്വലി ബിസിനസ് ഉണ്ടായിരുന്നു. സോ പ്രീവിയസ് ഇയറിലെ ഈ ഇൻകം പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം എന്നാണ് പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം ടാക്സ് ചെയ്യുന്ന എന്താണ് നോർമൽ സെനാരിയോയില് അസസ്മെന്റ് ഇയറിൽ. സോ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു നോർമൽ ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ എന്തായിരിക്കും അയാളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് 31st ജൂലൈ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ പ്രീവിയസ് ഇയറിലെ ഇൻകം 31st ജൂലൈയിലാണ് അയാൾ പേ ചെയ്യുന്നത്. ദെൻ അയാൾ ജൂൺ വരെ അയാള് ബിസിനസ് നടത്തി കുറച്ച് ഇൻകം ഉണ്ടാക്കി എന്ന് വിചാരിക്കും ഇൻകം. സോ ഈ 1st ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള ആക്ച്വലി അയാൾ എന്നായിരുന്നു പേ ചെയ്യേണ്ടത് ടാക്സ് റൂൾ 4 സെക്ഷൻ 4 പ്രകാരം എന്നാണ് 23-24 പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ട് 24-25 അസസ്മെന്റ് ഇയറിലായിരുന്നു. ബട്ട് ജൂൺ വരെ അയാൾ ബിസിനസ് നടത്തിയിട്ട് അയാൾക്ക് എന്താണ് അയാൾ ഇന്ത്യയിൽ നിന്ന് പോവാണ് വിത്ത് നോ ഇന്റൻഷൻ ടു റിട്ടേണിംഗ് ബാക്ക്. സോ ഈ കേസിൽ അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യും, ഈ പ്രീവിയസ് ഇയറിലെ ഇൻകം ഈ 1st ഏപ്രിൽ തൊട്ട് ജൂൺ വരെ അയാൾ ഉണ്ടാക്കിയ അയാളുടെ റെക്കോർഡ്സ് പ്രകാരമുള്ള ഇൻകം കൂടെ ചേർത്ത് എന്ന് തന്നെ ടാക്സ് ചെയ്യും അസസ്മെന്റ് ഇയർ 23-24 ടാക്സ് ചെയ്യും. ബിക്കോസ് അയാൾ എന്താണ് ഇന്ത്യക്ക് പുറത്ത് പോവാണ്, ഇനി അയാൾ എന്താണ് തിരിച്ചു വരാൻ ഉദ്ദേശമില്ല. സോ അയാളെ ടാക്സ് എപ്പോൾ പിടിക്കണം, ഇപ്പോൾ തന്നെ പിടിക്കണം. അയാൾക്ക് എന്താണ് പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം. ഇനി അയാൾ ബിസിനസ് ചെയ്യുന്നില്ല, ഇന്ത്യക്ക് പുറത്ത് പോവാണ്, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നില്ല. സോ അയാൾക്കെതിരെ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് ഇനി ഇന്ത്യയിൽ അയാൾ ഇല്ല, ഉടനെ തിരിച്ചു വരാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. സോ അതുകൊണ്ട് അയാൾ എന്താണ് ഇതുവരെയുള്ള ഇൻകത്തിന്റെ ടാക്സ് അടച്ചിട്ട് പോയാൽ മതി എന്നാണ് കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? സെക്ഷൻ 172 എന്തായിരുന്നു, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ്. സെക്ഷൻ 174 എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ലീവിംഗ് ഇന്ത്യ വിത്ത് നോ ഇന്റൻഷൻ ടു റിട്ടേണിംഗ് ബാക്ക്. Okay, then section 174A. Section 174A. AOP, BOI, AJP formed for a particular event or purpose. Formed for a particular event or purpose. Okay, AOP or BOI or AJP formed or established for a particular event or purpose, and the assessing officer apprehended that the AOP or BOI is likely to be dissolved in the same year or in the next year. He can make assessment of income up to the date of dissolution as income of the relevant assessment year. Relevant assessment year. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. So AOP അല്ലെങ്കിൽ BOI, AOP or BOI അല്ലെങ്കിൽ AJP, established for a particular event. So constitute ചെയ്യുന്നതാണ് particular event or purpose. So ഒരു particular event നടത്താനോ അല്ലെങ്കിൽ ഒരു particular purpose-ന് വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 2 സെനാരിയോ ഇതിനകത്ത് വരാം. ഒരു പറയാണ് 1st ഏപ്രിൽ 2022 കോൺസ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് മീൻസ് പ്രീവിയസ് ഇയറിന്റെ തുടക്കത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 31st ഡിസംബറിൽ 31st ഡിസംബർ 2022 ഒരു ഫേമസ് സിംഗറിന്റെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാനായിട്ടാണ് എന്റെ AOP അല്ലെങ്കിൽ BOI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് വിചാരിക്കും. ഒരു പർട്ടിക്കുലർ ഇവന്റ് കണ്ടക്ട് ചെയ്യാനായിട്ടാണ്. സോ ദാറ്റ് മീൻസ് അതിനായിട്ട് അവർക്ക് എക്സ്പെൻഡിച്ചറും അവർക്ക് അതിന്റെ ടിക്കറ്റ് സെയിലും ഒക്കെ ആയിട്ട് ഉണ്ട്. അതെല്ലാം കൂടെ നമ്മൾ എന്താണ് ഇൻകം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് നോർമലി ഇവര് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഇവരെ എന്ന് അടച്ചാൽ മതി, ഈ 31st ഡിസംബർ വരെയുള്ള ഇൻകത്തിന്റെ പുറത്ത് എന്ന് ടാക്സ് ചെയ്താൽ മതി. സെക്ഷൻ 4 പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇവർ എന്ന് ടാക്സ് ചെയ്താൽ മതി അടുത്ത അസസ്മെന്റ് ഇയർ ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ്. സോ ഇവര് ജൂൺ 31st ആണ്, ജാനുവരി 10 ആകുമ്പോഴത്തേക്കും എന്താണ് AOP and is likely to be dissolved. ജാനുവരി 10 ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയർ അതായത് ജൂലൈ 31st വരെ എന്താണ്, ജാനുവരി 10 ആകുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശിച്ച പർപ്പസ് അല്ലെങ്കിൽ ഇവന്റ് അവർ നടത്തി കഴിഞ്ഞു, അവരെന്താണ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ, സോ ഈ കേസിൽ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, പ്രീവിയസ് ഇയറിലെ ഇൻകം നിങ്ങൾ അസസ്മെന്റ് ഇയറിലെ ജൂലൈ 31, ബിക്കോസ് ജൂലൈ 31st ആകുമ്പോൾ എങ്ങനെ എന്താണ് അങ്ങനെ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ തന്നെ ഉണ്ടാവില്ല. മനസ്സിലായോ? സോ അങ്ങനെയുള്ള കേസിലും ഇവർ എന്ത് ചെയ്യണം, ഇവർ എപ്പോൾ ടാക്സ് അടയ്ക്കണം? സോ പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ അടച്ചിട്ട് മതി അവർ ഡിസോൾവ് ചെയ്ത് പോകുന്നത്. അവർക്ക് എന്ത് ഇല്ല, നിങ്ങൾ അസസ്മെന്റ് ഇയറിൽ
പ്രീവിയസ് ഇയറിലെ ഇൻകം എല്ലാം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്താണ് അസസ്മെന്റ് ഇയർ അടച്ചാൽ, ബിക്കോസ് അസസ്മെന്റ് ഇയർ ആകുമ്പോഴത്തേക്ക് എന്താണ് ആ എൻറ്റിറ്റി ആ പേഴ്സൺ തന്നെ എന്താവും ഡിസോൾവ് ആകും. ആ കേസിലും അവർ എപ്പോൾ ടാക്സ് ചെയ്യേണ്ടി വരും? പ്രീവിയസ് ഇയറിലെ ഇൻകം പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? സോ ഇതൊക്കെയായിരുന്നു ഇപ്പോൾ സെക്ഷൻ ഒന്ന് പറയാമോ? നമ്മുടെ സെക്ഷൻ 4 ആപ്ലിക്കബിൾ ആകാത്ത സെക്ഷൻസ് ഏതൊക്കെയായിരുന്നു? സെക്ഷൻ 172 ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ് അല്ലെ, ഷിപ്പ് ബിലോങ്സ് ടു എ നോൺ റെസിഡന്റ് ഓർ ചാർട്ടേഡ് ബൈ എ നോൺ റെസിഡന്റ്. സോ ലൈഫ് സ്റ്റോക്കോ എന്തെങ്കിലും എന്താണ് ഇന്ത്യൻ പോർട്ടിൽ ഷിപ്മെന്റ് നടത്തുവാണെങ്കിൽ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ടാക്സിന് സോ 7.5% ഓഫ് റേറ്റിന്റെ 7.5% ഡീംഡ് ഇൻവാർഡ് കണക്കാക്കിയിട്ട് അതിന്റെ പുറത്ത് ആപ്ലിക്കബിൾ റേറ്റ് വെച്ചുള്ള ടാക്സ് അടച്ചു അല്ലെങ്കിൽ അടയ്ക്കാനുള്ള സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റ്സ് നടത്തിയാൽ മാത്രമേ പോർട്ട് വിട്ടു പോകാൻ പറ്റുള്ളൂ. ദെൻ സെക്കൻഡ് കേസ് എന്തായിരുന്നു? ഒരു ഇൻഡിവിജ്വൽ എന്താണ് ഇന്ത്യക്ക് പുറത്തോട്ട് പോവാണ്, തിരിച്ചു വരാൻ ഉദ്ദേശമില്ലെങ്കിൽ എന്താണ് അയാള് ഇന്ത്യക്ക് പോകാൻ പോകുന്നവരെയുള്ള ഇൻകം കണക്കാക്കിയിട്ട് പ്രീവിയസ് ഇയറിന് ടാക്സ് അടയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് നടത്തിയിരിക്കണം. ദെൻ AOP BOI ഒരു സ്പെഷ്യൽ പർപ്പസിന് അല്ലെങ്കിൽ ഒരു ഇവന്റിന് വേണ്ടിയിട്ടാണ്. ആ ഇവന്റ് കഴിഞ്ഞ് ഡിസോൾവ് ചെയ്യുവാണെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യും. അവർക്കും എന്ത് കൊടുക്കില്ല? പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം അസസ്മെന്റ് ഇയറിൽ ടാക്സ് ചെയ്താൽ മതി എന്ന് പറയുന്ന സെക്ഷൻ ആപ്ലിക്കബിൾ ആകില്ല. എക്സെപ്ഷൻ സെനാരിയോ ആണ്. ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 175. സെക്ഷൻ 175 person likely to transfer property to avoid tax. During the current assessment year, if it appears to assessing officer that a person likely to charge, sell, transfer, dispose of or otherwise part of any of his asset to avoid payment of tax liability under this act, total income of such person for the said period chargeable to tax in the assessment year. So ഏതെങ്കിലും മിസ്റ്റർ എക്സ് ഓക്കെ, സോ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അയാളുടെ ഒരു അസറ്റ് എന്ത് ചെയ്യാണ്? അയാളുടെ ഉദ്ദേശം എന്ത് മാത്രമാണ്? സെയിലല്ല, എന്താണ് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ആർക്കാണ്? ഒരു വേറൊരാൾക്ക്. ടു അവോയ്ഡ് ടാക്സ് അവോയ്ഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം അയാൾ എന്ത് ചെയ്യാണ്? ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ dispose of to other part any of his asset to avoid payment of any liability under this act, then total income of such person for the said period chargeable to tax in the assessment year. Okay, so അയാളുടെ ഇങ്ങനെയുള്ള കേസിൽ അയാൾക്ക് ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അതും എന്ത് ചെയ്യും? പ്രീവിയസ് ഇയറിൽ തന്നെ പിടിച്ച് ടാക്സ് ചെയ്യും. അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെയും എന്താണ് എക്സെപ്ഷൻ റൂൾ പ്രകാരം അയാളുടെ എന്തിന്റെ കൂടെ പിടിച്ച് ടാക്സ് ചെയ്യും? അയാളുടെ ഈ വർഷത്തെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ഈ പറയുന്ന സംഭവം ഇതും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എന്താണ്? ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അയാൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ, സോ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് തന്നെ എന്താണ്? അയാളെ പിനലൈസ് ചെയ്യും. അയാളുടെ ആ പ്രീവിയസ് ഇയറിൽ തന്നെ അയാളെ പിടിച്ച് ആ ഒരു അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇൻകം ആർക്കാണോ വരുന്നത് ഇൻകം വരുന്നത് അത് അയാളുടെ ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും? ടാക്സ് അയാളുടെ മറ്റുള്ള ഇൻകത്തിന് കൂടെ ആഡ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യും. സർ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാ ടാക്സ് ലയബിലിറ്റി കുറഞ്ഞു കിട്ടുന്നേ? അത് അതിനകത്ത് ഒരു അസറ്റ് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് റെന്റിന്, സോ അയാൾ അത് റെന്റിന് കൊടുത്ത് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വിചാരിക്കുക. സോ അത് എന്താണ്? അയാൾ വേറൊരു സെയിൽ നടത്താതെ വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് ആ കിട്ടുന്ന റെന്റൽ ഇൻകം ഈ പറയുന്ന മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഈ റെന്റൽ ഇൻകം അയാളുടെ ഇൻകം ആയിട്ട് കാണിക്കാൻ ശ്രമിച്ചു. സോ ഇത് പക്കാ സെയിൽസ് അല്ല നടത്തിയിരിക്കുന്നത്. എന്താണ്? ഇയാൾക്ക് ഉണ്ടോ ഈ റെന്റ് കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ടാക്സ് വരും, ഈ മിസ്റ്റർ എക്സിന് കൂടുതൽ ടാക്സ് വരും ഈ അസറ്റ് എന്നുള്ള ഇൻകം കൂടെ ആയിക്കഴിഞ്ഞാൽ. സോ ഇത് വേറൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ അക്കൗണ്ടിലേക്ക് ആ ഇൻകം മേടിച്ചു കഴിഞ്ഞാൽ ഇയാൾ സേഫ് ആണെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് അയാളുടെ പ്യുവർ ഇന്റൻഷൻ എന്താണ്? ടാക്സ് അടയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ടു ഇവേർഡ് ടാക്സ് അവോയ്ഡ് ചെയ്യാന്നുള്ളതായിരുന്നു അയാളുടെ ഇന്റൻഷൻ. സോ അതെന്ത് മനസ്സിലാക്കി? സോ ഇത് പക്ക സെയിൽ അല്ല, ഇതെന്താണ്? ജസ്റ്റ് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫർ നടത്തിയിരിക്കുന്നത്. ആക്ച്വലി എന്താണ്? ഈ മിസ്റ്റർ വൈയുടെ ഇൻകം അല്ല, ഇത് ആരുടെ ഇൻകം തന്നെയാണ്?
മിസ്റ്റർ എക്സിന്റെ ഇൻകം തന്നെയാണ്, ആക്ച്വൽ ട്രാൻസ്ഫർ അല്ല, സെയിൽ അല്ല, പക്കാ സെയിൽ അല്ല, എന്താണ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. സോ അങ്ങനെ ഉണ്ടാകുന്ന ഇൻകം എന്ത് ചെയ്യും? ഈ പറയുന്ന ആ ട്രാൻസ്ഫർ ചെയ്ത ആളുടെ കൂടെ തന്നെ ആഡ് ചെയ്ത് ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ പോയിന്റ്? ക്ലിയർ ആണോ ഇപ്പൊ? നെക്സ്റ്റ് വൺ ആണ് ഇതിലെ ലാസ്റ്റ് വൺ, സെക്ഷൻ 176. സെക്ഷൻ 176, any business or profession is discontinued in any assessment year, the income of the period from the expiry of previous year up to the date of such discontinuance may at the discretion of assessing officer charge to tax in the assessment year. Okay, so last one, section 176 പറയുന്നത്. So ഇവിടെ നമ്മൾ നോക്കാം previous year 22-23. So normally assessment year 31st July ആണ് നമ്മൾ റിട്ടേൺ ഫയൽ. ദാറ്റ് മീൻസ് അപ്പോഴാണ്. സോ ഒരു ഏപ്രിൽ മെയ് ജൂണിലെ വരെ ഉണ്ടായിരുന്നു അയാളുടെ ബിസിനസ്. ജൂണിൽ വരെ ബിസിനസ് ഉണ്ടായിരുന്നു. ജൂണോട് കൂടി അയാളുടെ ബിസിനസ് എന്ത് ചെയ്തു? ഡിസ്കണ്ടിന്യൂ, ഷട്ട് ഡൗൺ ചെയ്തു. ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തു. ദെൻ സോ നോർമലി ഈ വർഷത്തെ ഇൻകം അസസ്മെന്റ് ചെയ്യാണ്. സോ അപ് ടു ജൂൺ വരെയുള്ള ഇൻകം കൂടെ നോർമലി എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 31st ജൂലൈയിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയറിലെ ഇൻകം എന്താണ് അസസ്മെന്റ് ഇയറിൽ തന്നെ അടക്കണം എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഉണ്ട്, ഇവിടെ മാത്രം ഒരു പറഞ്ഞിട്ട് അസസിംഗ് ഓഫീസറുടെ ഡിസ്ക്രിപ്ഷൻ. സോ ഇയാൾ കറക്റ്റ് ആയിട്ട് ടാക്സ് അടച്ചു പോകുന്ന ഒരു എൻറ്റിറ്റി ആയിരുന്നു. സോ ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടാണ് ബിസിനസ് ഷട്ട് ഡൗൺ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നതെങ്കിൽ അസസിംഗ് ഓഫീസർ എന്താണ്? ഓക്കെ, സോ റൈറ്റ് നൗ നിങ്ങൾ എന്താണ് പതിവ് പോലെ എന്താണ് 22-23 അടയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഈ കറസ്പോണ്ടിങ് പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ 24-25 വരുമ്പോഴത്തേക്കും നിങ്ങൾ നെസസറി അറേഞ്ച്മെന്റ്സ് നടത്തും എന്ന് അസസിംഗ് ഓഫീസറുടെ ഓക്കെ അസസിംഗ് ഓഫീസറോട് പറഞ്ഞിട്ട് അസസിംഗ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ചെയ്യാം, അതർവൈസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഇയറിലെ ഇൻകം എന്ത് ചെയ്യും? ആ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന എന്ന് വരെയാണോ അന്ന് വരെയുള്ള ഇൻകം അതേ അസസ്മെന്റ് ഇയർ അല്ലെങ്കിൽ ആ പ്രീവിയസ് ഇയറിൽ തന്നെ പിടിച്ച് ടാക്സ് ചെയ്യും. ഇതാണ് സെക്ഷൻ 4-നെ എക്സെപ്ഷൻ ആയിട്ടുള്ള സെക്ഷൻസ്. സോ ഇതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. നോർമലി ഷിപ്പിംഗ് ബിസിനസ്, സോ അത് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് നോർമലി സ്റ്റുഡൻസ് മിസ് ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. 7.5% ടാക്സബിൾ എമൗണ്ട് അല്ല, അത് ഡീംഡ് ഇൻകം ആണ്. അതിന്റെ പുറത്ത് ആപ്ലിക്കബിൾ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടാക്സ് ലയബിലിറ്റി. സോ എക്സെപ്ഷൻ റൂൾസ് സെക്ഷൻസ് ഒന്ന് പറയാമോ? സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സെക്ഷൻ 172 ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ്. ദെൻ സെക്ഷൻ 174 person leaving India with no intention to returning back. Then 174 capital A, AOP, BOI അല്ലെങ്കിൽ AJP for a particular event or purpose. Then persons 175. സോ ഇത് നമ്മൾ പല ഏരിയാസിലും ഡിസ്കസ് ചെയ്യും. ഈ പറയുന്ന പോലെ സെക്ഷൻ 175 അതിനകത്ത് പറയുന്ന കുറെ സംഭവങ്ങൾ. സോ ഹൗസ് പ്രോപ്പർട്ടിയിലുണ്ട്, ദെൻ ക്ലബിങ്ങിലുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ട്രാൻസ്ഫർ അവോയ്ഡ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കേസിൽ സോ ഡീംഡ് ഓണർ എന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളത് പിന്നീട് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. സോ പേഴ്സൺ ഒരാളുടെ ഉദ്ദേശം എന്താണ്? അസസിയുടെ ഉദ്ദേശം എന്തുമാത്രമാണെങ്കിൽ പേഴ്സന്റെ ഉദ്ദേശം എന്താണ്? ടു അവോയ്ഡ് ടാക്സ്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സോ അതിന് അഗേൻസ്റ്റ് എന്തെങ്കിലും ഇൻകം, അങ്ങനെയുള്ള ഇൻകം എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസ്ഫർ. സോ ട്രാൻസ്ഫർ ചെയ്ത ആളാണോ അയാളുടെ കൂടെ തന്നെ എന്ത് ചെയ്യും? അസസ്മെന്റ് ഇയർ തന്നെ പിടിച്ച് ടാക്സ് ചെയ്യും. സെക്ഷൻ 175 ഉണ്ടോ? സോ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രാൻസ്ഫർ ആണ്. സോ അയാളെ എന്ത് ചെയ്യാണ്? പീനലൈസ് ചെയ്യാണ്. ആ ഇൻകം എന്താണ്? അയാളെ തന്നെ പിടിച്ച് ആ വർഷം തന്നെ ടാക്സ് ചെയ്യും. ലാസ്റ്റ് വൺ 176 എന്താണ്? ഇൻകം ഫ്രം ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. സോ പ്രീവിയസ് ഇയറിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അസസ്മെന്റ് ഇയറിൽ റിട്ടേണിംഗ് ടൈം ആകുമ്പോഴത്തേക്കും അങ്ങനെ ഒരു എൻറ്റിറ്റി തന്നെ ഇല്ല, അത് വൈൻഡ് അപ്പ് ചെയ്തു, പിന്നെ അസസ്മെന്റ് ഇയറിലൊക്കെ ടാക്സ് അടയ്ക്കാണ്ട് അയാളെ കിട്ടില്ല, അങ്ങനെ ഒരു എൻറ്റിറ്റിയെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയറിൽ തന്നെ പിടിച്ച് ടാക്സ് ചെയ്യും. ക്ലിയർ ആണോ? സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ മെയിൻ ആയിട്ട് പ്രീവിയസ് ഇയർ സെക്ഷൻ എന്ന് പറയാം. പ്രീവിയസ് ഇയർ എന്തായിരുന്നു സെക്ഷൻ? അസസ്മെന്റ് ഇയർ എന്തായിരുന്നു സെക്ഷൻ? സെക്ഷനും കൂടെ ഉൾപ്പെടെ പഠിച്ചു പോകണം. സെക്ഷൻ എന്തായിരുന്നു? അസസ്മെന്റ് ഇയർ സെക്ഷൻ
2 subsection 9. Okay, so ഒന്ന് റിപ്ലൈ ചെയ്യുക. സോ അൺമ്യൂട്ട് ചെയ്ത് റിപ്ലൈ ചെയ്യുക. സെക്ഷൻ 2 സബ്സെക്ഷൻ 9. സെക്ഷൻ 2 സബ്സെക്ഷൻ 9 ആയിരുന്നു എന്ത്? അസസ്മെന്റ് ഇയർ. ദെൻ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? സെക്ഷൻ 3 പ്രീവിയസ് ഇയർ. സോ നമ്മുടെ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും ഏതാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ പേഴ്സൺ 2 സബ്സെക്ഷൻ 31 ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്. 2 സബ്സെക്ഷൻ 41. സോ അതിനകത്ത് പേഴ്സൺസ് ആരൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. Then next one 2 subsection 7 assessee. So that means CBDT അല്ലെങ്കിൽ അതോറിറ്റി എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്ത എല്ലാ പേഴ്സൺസ് നമുക്ക് എന്ത് പറയാം? അസസ് എന്ന് പറയാം. ദെൻ സെക്ഷൻ 4 ആണ് ഡിസ്കസ് ചെയ്തത് നമ്മൾ. എന്തായിരുന്നു? പ്രീവിയസ് ഇയർ ഒരു പേഴ്സന്റെ പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇൻകം അസസ്മെന്റ് ഇയറിലാണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്, ടാക്സിനെ ചാർജ് ചെയ്യുന്നത്. ദെൻ അതിന് എക്സെപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? സെക്ഷൻസ് ഒന്ന് പറയാമോ? സെക്ഷൻസ് exception to section 4, that means previous year income assessment year tax എന്ന് പറയുന്നതിന് എക്സെപ്ഷൻ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ സെക്ഷൻ 72 എന്തായിരുന്നു? അത് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ്. സോ ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആള്, ഷിപ്പിന്റെ ഓണറോ അല്ലെങ്കിൽ ചാർട്ട് ചെയ്ത ആള് ഇന്ത്യൻ പോർട്ടിൽ എന്തെങ്കിലും ഷിപ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൈറ്റിന്റെ 7.5% ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. അതിന്റെ പുറത്ത് ആപ്ലിക്കബിൾ റേറ്റ് അപ്ലൈ ചെയ്ത് അത് പേ ചെയ്യുക അല്ലെങ്കിൽ നെസസറി സാറ്റിസ്ഫാക്ടറി അറേഞ്ച്മെന്റ്സ് നടത്തിയാൽ മാത്രമേ ആ ഷിപ്പിന് ഇന്ത്യയെ വിട്ടുപോകാൻ പറ്റുള്ളൂ. അവർക്ക് പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ കോൺസെപ്റ്റ് കൊടുക്കില്ല. അടുത്ത സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 174. എന്താണ്? അയാള് എന്താണ്? പേഴ്സൺ, ഇൻഡിവിജ്വൽ, ഇന്ത്യക്ക് ലീവിങ് ഇന്ത്യ വിത്ത് നോ ഇന്റൻഷൻ ടു റിട്ടേൺ ഇന്ത്യ. സോ അതുവരെ അയാളുടെ ഇൻകം ടാക്സ് ചെയ്തിട്ട്, ബിക്കോസ് ഇനി ഇന്ത്യയിലോട്ട് വരില്ല, അടുത്ത അസസ്മെന്റ് ഇയറിൽ അയാളെ കിട്ടില്ല, അയാളെ ടാക്സ് ചെയ്തിട്ടേ വിടുള്ളൂ. ദെൻ 174A എന്താണ്? AOP അല്ലെങ്കിൽ BOI കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ എ സ്പെസിഫിക് പർപ്പസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇവന്റിന് വേണ്ടിയിട്ട്. സോ അത് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അസസ്മെന്റ് ഇയറിലേക്ക് 31 ജൂലൈ ആകുമ്പോഴത്തേക്കൊന്നും അങ്ങനെ ഒരു എഡിഷൻ തന്നെ ഉണ്ടാവില്ല, അവർ ഡിസോൾവ് ചെയ്യും. സോ അതുകൊണ്ട് അവർ ടാക്സ് അടച്ചിട്ട് നമുക്ക് എന്താണ് അസസ്മെന്റ് ഇയറിൽ തന്നെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ തന്നെ അവരെയും ടാക്സ് ചെയ്യിക്കും. ദെൻ 175 അസസി ലൈക്ലി ടു ട്രാൻസ്ഫർ എന്താണ്? അസറ്റ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താണ്? കാണിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്തിരിക്കുന്നു? അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രം ട്രാൻസ്ഫർ നടത്തിയാൽ അയാളെന്റെയും പീനലൈസ് ചെയ്യും. ലാസ്റ്റ് വൺ ബിസിനസ് ഉണ്ടായിരുന്നു, ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? സെക്ഷൻ 176 പ്രകാരം അയാൾ പ്രീവിയസ് ഇയറിൽ തന്നെ അടയ്ക്കേണ്ടി വരും വിത്ത് ഡിസ്ക്രിപ്ഷൻ ഓഫ് അസസിംഗ് ഓഫീസർ. ഓക്കെ, സോ അസസിംഗ് ഓഫീസർ സാറ്റിസ്ഫൈ ചെയ്യാണ് അയാൾ അസസ്മെന്റ് ഇയറിൽ വന്ന് കറക്റ്റ് ആയിട്ട് അടയ്ക്കും എന്നുണ്ടെങ്കിൽ അസസിംഗ് ഓഫീസർ ഡിസ്ക്രിപ്ഷൻ ആണ്. അതർവൈസ് സെക്ഷൻ 176 പ്രകാരം അയാൾ എന്ത് ചെയ്തിരിക്കണം? പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് അല്ലെങ്കിൽ നെസസറി അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ടുണ്ടാവണം. ക്ലിയർ ആണോ? ഇത്രയും ബേസിക്സ് ഓക്കെ അല്ലേ? സോ റിമൈനിങ് പോർഷൻ നമുക്ക് ബേസിക്സിലെ റേറ്റ്, ദെൻ അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിന്റെ സിനാരിയോ, ദെൻ സർചാർജ്, അതിന്റെ പ്രോബ്ലംസ് ഒക്കെ നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ റിമൈനിങ് പോർഷൻ നമുക്ക് നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.